ശ്രീമദ് ഭാഗവതം ക്ലാസ് 159 സ്കന്ധം 7 അധ്യായം 11 സനാതന ധർമ്മ നിരൂപണം. സനാതനം എന്ന് പറയുന്ന എല്ലാ കാലത്തേക്ക് യോജിച്ചതാണ്. അത് തന്നെ ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യർ എന്ന് പറയുമ്പോൾ ലോകത്തിൽ എവിടെയെല്ലാം, ലോകത്തിലല്ല ഏത്, ഇപ്പം മറ്റുള്ള ഗ്രഹങ്ങളിലും മനുഷ്യരുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ മൃഗങ്ങൾക്കൊന്നും വേണ്ടിയുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദേശത്തിനൊന്നും വേണ്ടിയുള്ളതല്ല ഇത്. അപ്പം എന്താണ് പറയുന്നത് നോക്കാം. ശ്രീ സുഗൻ പറയുകയാണ്, മഹാത്മാരിൽ അഗ്രഗണ്യനായ ശ്രീ നാരായണനിൽ ആത്മസമർപ്പണം ചെയ്ത പ്രഹ്ലാദൻ. അപ്പം പ്രഹ്ലാദൻ തൻ്റെ ജീവിതവും മനസ്സുമെല്ലാം ആ നാരായണനിലാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ആദ്യമുള്ള ആ നാരായണനിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രഹ്ലാദൻ്റെ സജ്ജന സദസ്സിൽ വെച്ച് ആ ചരിതത്തെ ശ്രവിച്ച എത്ര നേരവും ആ ചരിതത്തെ പറ്റിയാണ് പ്രഹ്ലാദൻ്റെ കഥയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശ്രവിച്ച ധർമ്മപുത്രന് നാരദ മുനിയോട് വീണ്ടും ചോദിച്ചു. അപ്പം അവിടെയെല്ലാം ചോദിച്ചെന്താണ്? ബ്രഹ്മസാക്ഷാത്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മളെപ്പോലെയുള്ളവർക്കൊന്നും പറ്റിയതല്ല. 99.99% മനുഷ്യർക്കും പറ്റിയതല്ല. അതാണ് ശരിയായ ആത്മീയത. പിന്നെ അപ്പം 99.99% വരുന്ന ജനത്തിനെന്തെങ്കിലും വേണ്ടേ? അവരെങ്ങനെ ജീവിക്കണം? അപ്പം അതിനെപ്പറ്റിയാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. 2 വർണ്ണാശ്രമങ്ങളുടെ മുറകളോടുകൂടിയ മനുഷ്യർക്ക് പൊതുവായിട്ട് വർണ്ണാശ്രമധർമ്മം. ഈ വർണ്ണാശ്രമധർമ്മം എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഈ ഒരു ദേശവുമായിട്ട് ബന്ധപ്പെട്ടതെന്നെല്ലാം തോന്നിപ്പോകുക. അതൊന്നുമില്ല. ആശ്രമധർമ്മം എന്താണ്? മനുഷ്യന് 4 തരത്തിലുള്ള, മനുഷ്യൻ്റെ ജീവിതത്തെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പഠിക്കുന്ന കാലം, പിന്നെ കല്യാണം കഴിക്കുന്ന കാലം, കല്യാണവും ജോലിക്കും എല്ലാം പോകുന്ന കാലം, പിന്നെ മക്കൾ വലുതാകുമ്പോൾ കുറച്ചെല്ലാം വിടുന്ന കാലഘട്ടം, പിന്നെ വയസ്സാം കാലം. ഇതെല്ലാം എല്ലാ നാട്ടിലും ഇതെല്ലാം തന്നെയാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മനുഷ്യൻ്റെ ഒന്നും പ്രത്യേകതയല്ല. അതിനാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്, എന്തിനു വേണ്ടി ഉണ്ടായി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുക. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് അതല്ല, അതായത് സയൻസ്, ജ്ഞാനം. വേദം തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടം. പ്രപഞ്ചത്തെ പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് നമ്മളൊന്നുമല്ല. അപ്പം ബ്രഹ്മചര്യം നമുക്ക് ധരിക്കുന്ന തെറ്റാണ്. പ്രപഞ്ചത്തെപ്പറ്റി നമ്മളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെയാണ്. വേദങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. ആധുനിക സയൻസ് കണ്ടെത്താൻ കൂടി വേദങ്ങളിലുണ്ട്. പക്ഷേ നമുക്കതൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ശാസ്ത്രജ്ഞന്മാർ, ചിന്തകർ, ബ്രാഹ്മണരായിട്ടുള്ളവർ ലോകത്തിൽ എന്ത് ചെയ്തു? അവരെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അവരാണ് ബ്രഹ്മചര്യം ശരിക്കും അനുഷ്ഠിച്ചവർ. ശാസ്ത്രജ്ഞന്മാർ, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർ. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ വിദേശികൾ, എല്ലാ വിദേശികളുമല്ല, പുറത്തുള്ള നമ്മുടെ നാട്ടിലേക്ക് സയൻസ് എവിടെ നിന്നാണോ വന്നത് ആ ദേശക്കാരാണ് ബ്രഹ്മചര്യം ശരിക്കും അനുഷ്ഠിച്ചിരിക്കുന്നത്. അവരാണ് ജ്ഞാനം, ബ്രഹ്മം ജ്ഞാനമാണ്, വേദങ്ങളാണ്, വേദത്തിലുള്ള രഹസ്യങ്ങളാണ്. അത് അവരാണ് കണ്ടുപിടിച്ചത്. അപ്പം ബ്രഹ്മചര്യം അവരാണ് ശരിക്കും അനുഷ്ഠിക്കുന്നത്. പിന്നെ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ആശ്രയിക്കുന്നുണ്ട്. ഇവിടെയുള്ളവരും എല്ലാവർക്കും കുടുംബത്തിൻ്റെ കാര്യം ചിന്തിച്ചിട്ട് തന്നെയാണ് പിന്നെ ജോലിക്ക് പോകുന്നത്. പിന്നെ മക്കൾ വലുതാകുമ്പോഴുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ. പിന്നെ വയസ്സാകുമ്പോഴുള്ള കാര്യം എവിടെയുള്ള നാട്ടിലുള്ള എവിടെയായാലും അതെല്ലാം ഒരുപോലെ തന്നെ. അപ്പം നമ്മൾ ഈ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അതിനെക്കാട്ടിയും പ്രാധാന്യമുള്ളത് വിദേശികളാണ് ബ്രഹ്മചര്യം ശരിക്കും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. നമ്മൾ വേദത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വേദങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ നമ്മളതൊന്നും പഠിച്ചിട്ട് ലോകത്തോട് പറയാൻ നമ്മൾ തയ്യാറായില്ല. നമ്മളതിനെ വേറെ എന്തെല്ലോ ആയിട്ട് വെറുതെ വായിച്ച് ഉരുവിടാനുള്ളതാണെന്നെല്ലാം പറഞ്ഞ് വായിച്ച് നടന്നത്. ഇതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അപ്പം വർണ്ണാശ്രമങ്ങളുടെ ആചാരമുറകളോടുകൂടി ഇപ്പം മനുഷ്യർ ജീവിക്കുന്നത് 4 ആചാരങ്ങളിലൂടെയാണ്. കുട്ടിക്കാർ പഠിക്കുന്ന കാലഘട്ടം, ജോലിയും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാലഘട്ടം, മക്കൾ വലുതാകുമ്പോഴുള്ള കാലഘട്ടം, വയസ്സാം കാലഘട്ടം. ഇത് 4 പൊതുവിൽ പരമ്പരാഗതമായ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭക്ത കർമ്മമാർഗത്തിൽ, വേദോക്തമായ കർമ്മഭാവത്തിൽ വേദം നിർദ്ദേശിക്കുന്ന എന്താണ്, വേദം എങ്ങനെ, വേദമാണ് ഈ 4ആയിട്ട് തരംതിരിച്ച് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളതിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ജീവിതത്തെ തന്നെ 4 ഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശിക്കുന്നതല്ല. നമ്മളെന്ന് പറഞ്ഞത് ഏതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ വേദം കൈകാര്യം ചെയ്യുന്നവർ, വേദത്തിൽ ഊന്നി സംസാരിക്കുന്നവർ, അവരെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ കാലഘട്ടത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. ലോകത്തിലെല്ലാം ഉള്ളവർക്ക് ബാധകമാണ്. അപ്പോൾ ആ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിലും എന്ത് കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്നതിനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു. ആർക്ക്? സാധാരണ മനുഷ്യർക്ക്. ഇതുവരെ പറഞ്ഞത് വേദത്തിൽ പറയുന്ന കാര്യങ്ങളല്ല, വേദത്തിൻ്റെ പുറത്ത്, വേദത്തിൽ പറഞ്ഞ കാര്യം തന്നെ. വേദം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പ്രപഞ്ച രഹസ്യമാണ്. അതെല്ലാം വിട്ടിട്ട് പോകുന്നവരുടെ ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. ഇത് ഭൗതികവാദികളുടെ കാര്യമാണ്. അതറിയാൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ അതിനു മുകളിലുള്ള ഭക്തിമാർഗത്തിൽ പ്രവേശിക്കാമല്ലോ. അതിലൂടെ അങ്ങനെ ഒരു ചിട്ടയായ ജീവിതം നയിക്കുമ്പോൾ ആ ജീവിതത്തിൽ എങ്ങനെ നയിക്കണം, അങ്ങനെ നയിക്കുമ്പോൾ ഒരു ചിട്ടയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് പറ്റും? ക്രമത്തിൽ നമുക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റും. ഉയർന്ന നിലയിലേക്ക് ഉയരാൻ പറ്റും. അപ്പം ജീവിതത്തിന് ഒരു ചിട്ടയും ഇങ്ങനെയെല്ലാം ചിട്ടയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഉയരാൻ പറ്റും? ആ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഭാവിയിൽ ചിലപ്പം ചിലവർക്കെങ്കിലും ഉയരാൻ പറ്റിയേക്കാം. ഇത് 3 പറയാണ്, വേദസ്വരൂപമേ. ആരോടാണ്? നാരദനോട് പറയാണ്. അങ്ങ് വേദത്തിൻ്റെ സ്വരൂപമാണ്. അപ്പം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. അങ്ങ് പ്രജാസൃഷ്ടിയുടെ നായകനായ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അങ്ങ് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അപ്പോൾ സൃഷ്ടി നടത്തേണ്ടിക്ക് എന്തറിഞ്ഞിട്ടേ പറ്റൂ? എല്ലാ ജ്ഞാനവും അറിഞ്ഞിട്ടേ സൃഷ്ടി നടത്താൻ പറ്റൂ. ആറ്റങ്ങളെ പറ്റി അറിയണം, ഇലക്ട്രോണിനെ പറ്റി അറിയണം, പ്രോട്ടോണിനെ പറ്റി അറിയണം. എന്നിട്ട് വേണം ആറ്റം ഉണ്ടാക്കാൻ. ആറ്റങ്ങളെ യോജിച്ചിട്ട് വേണം തന്മാത്ര ഉണ്ടാക്കാൻ. തന്മാത്രകളെ യോജിച്ചിട്ട് വേണം ഇങ്ങനെ ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. തപസ്, യോഗവിദ്യ, ആധ്യാത്മദാനം എന്നിവയിൽ ബ്രഹ്മപുത്രന്മാർക്കിടയിൽ ബഹുമാനമർഹിക്കുന്നവനാണ്. അവരുടെ ഇടയിൽ പോലും ബ്രഹ്മാവിന് കുറേ പുത്രന്മാരുണ്ട്. അവരുടെ ഇടയിൽ പോലും ശ്രേഷ്ഠനാണ്, ബഹുമതി നേടിയിരിക്കുന്നവനാണ്. അങ്ങനെ പോലെയുള്ള ബഹുമതി നേടിയവരോടാണ് ചോദിക്കുന്നത്. കാരണം ബ്രഹ്മാവിന് കുറേ പുത്രന്മാരുള്ളതിൽ ശ്രേഷ്ഠനാണ്. ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിൽ അങ്ങാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് ഒന്ന് അദ്ദേഹത്തെ പറ്റി ഒന്ന് പുകഴ്ത്തി പറയുക. പുകഴ്ത്തിയല്ല, ഉള്ള കാര്യം പറയുകയാണ്. 4 അങ്ങ് കാരുണികനാണ്, ദയയുള്ളവനാണ്. ആര് ചോദിച്ചാലും സഹായിക്കാൻ ഒരു ദയയുള്ള കൂട്ടത്തിലാണ്. സുപരിചന്മാരും ശാന്തനാണ്. ശാന്തനായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ചൂടോടെ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാവില്ല. ശാന്തനുമാണ്, നാരായണനെ ഉപാസിക്കുന്നവനാണ്. ഇനിയോ വേദത്തിലെ നിഗൂഢവും ശ്രേഷ്ഠവുമായ ധർമ്മത്തെ അറിയുന്നവനുമാണ്.
വേദം നിർദ്ദേശിക്കുന്ന വേദത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുന്ന വ്യക്തി, വേദം അറിഞ്ഞു കഴിഞ്ഞാലേ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയും. അതെല്ലാം അറിയുന്ന, അത്തരത്തിൽ മറ്റുള്ളവർക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. അങ്ങേക്കാണ് ഇതെല്ലാം വേദത്തിലുള്ള ജ്ഞാനെല്ലാം പൂർണ്ണമായിട്ട് അറിയുക. മറ്റുള്ളവർക്ക് അത്ര, ബ്രഹ്മാവിൻ്റെ മക്കൾക്ക് പോലും അത്ര വലിയ പിടിയൊന്നും ഇതിനെപ്പറ്റി ഇല്ല. ഇനി 5 നാരദൻ പറയുകയാണ്, ലോകവാസികളുടെ ധാർമ്മിക ബോധത്തിന് ഹേതുവും ജന്മാതിരഹിതനുമായ അതായത് ജനനവും മരണവും ഇല്ലാത്ത നാരായണമുനിയെ നമസ്കരിച്ചുകൊണ്ട് ആ നാരായണമുനിയുടെ മുഖത്തു നിന്നും കിട്ടിയ ആ ജ്ഞാനം ഞാൻ സനാതനമായ ധർമ്മത്തെക്കുറിച്ച്, ആ ജ്ഞാനം സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ലഭിച്ച ആ ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ സനാതനധർമ്മം നാരായണമുനിയിൽ നിന്നും വന്നതാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആദ്യമുള്ള ആ ശക്തി വിശേഷമാണ്. അപ്പം അദ്ദേഹത്തെ നമിച്ചുകൊണ്ടാണ് പറയുന്നത്. ആറിൽ പറയുകയാണ്, അദ്ദേഹം ധർമ്മദേവനിൽ നിന്നും ദക്ഷപുത്രിയായ മുത്തി ദേവിയെ തൻ്റെ അംശമായ നരനോടുകൂടി അവതരിച്ചു. അപ്പം ധർമ്മദേവനിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്, നരനോടൊപ്പം. അപ്പം നാരായണൻ. അതുകൊണ്ട് അദ്ദേഹം ലോകക്ഷേമാർത്ഥം ബദര്യാശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ആശ്രമത്തിൽ അദ്ദേഹം അങ്ങനെ, അതായത് പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് അതാണ് ആശ്രമം, അദ്ദേഹത്തിൻ്റെ ആശ്രമം. നമ്മൾ താമസിക്കുന്ന ആശ്രമധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മറ്റുള്ള എന്തോ ആശ്രമന്മാരെയൊന്നും ധരിച്ചു പോകരുത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. നമ്മുടെ കർമ്മക്ഷേത്രം ഏതാണ് അതാണ് ആശ്രമം, നമ്മുടെ ആശ്രമം. ഇന്നത്തെ ആശ്രമം എന്നെല്ലാം പറഞ്ഞ് ഇതേമാതിരി കോൺക്രീറ്റ് കെട്ടിടായിരിക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് 7 പറയുകയാണ്, അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഈ ധർമ്മമല്ല, ഈ സനാതന ധർമ്മത്തെ പറ്റിയുള്ള തത്വങ്ങൾ വന്നിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാന പ്രമാണം എല്ലാ വേദങ്ങളുടെയും സ്വരൂപമായ ഭഗവാൻ ശ്രീഹരി തന്നെ. അപ്പം എല്ലാ ധർമ്മങ്ങളുടെയും, ലോകത്തിൽ എന്തെല്ലാം ധർമ്മങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം അടിസ്ഥാനം വേദങ്ങളാണ്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അറിവാണ്. ഈ ജ്ഞാനം ഏതിനെ പറ്റിയുള്ള അറിവാണ്? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെയാണ്, സയൻസിനെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. വേദം അർത്ഥം ജ്ഞാനമാണ്. ഈ ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ എടുക്കരുത്. അത് പിന്നെ ഋഷികളുള്ള ജ്ഞാനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് എഴുതി വെച്ചോണ്ട് അതിന് വേദം എന്ന് പറയുന്നു. വേദം എന്ന് പറയാൻ കാരണം എല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വേദം എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പം വേദം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ജ്ഞാനമാണ്. അതുകൊണ്ടാണ് വേദം എപ്പോഴും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതിനെക്കാട്ടി മുമ്പിൽ ആദ്യം ഉണ്ടാകുന്ന സയൻസാണ്. സയൻസ് ഉണ്ടായാലും ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം സയൻസ് വേണം. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ വീടുണ്ടാക്കാൻ പറ്റും. സാമ്പാർ ഉണ്ടാക്കേണ്ടിട്ട് സാമ്പാറിൻ്റെ നിർമ്മാണ രീതി വേണം, എങ്കിലേ സാമ്പാറുണ്ടാവും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് സയൻസാണ്. ആ സയൻസിൻ്റെ സ്വരൂപം തന്നെയാണ് ആര്? ശ്രീഹരി. സയൻസിൽ നിന്നിൻ്റെ സ്വരൂപമാണ് ശ്രീഹരി. അപ്പം ശ്രീഹരി എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം തന്നെയാണ്. ആ സയൻസിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആ സയൻസ് തന്നെയാണ് ശ്രീഹരി. ആ ജ്ഞാനത്തിൻ്റെ രൂപമാണ് ശ്രീഹരി. ആ ജ്ഞാനത്തിൻ്റെ രൂപം ശ്രീഹരി ആയതെങ്ങനെയാണ്? അത് അടുത്തതിൽ പറയുന്നു. ആ വേദങ്ങളുടെ തത്വം ഗ്രഹിച്ച ഋഷീശ്വരന്മാരുടെ സ്മൃതിയും പ്രമാണവുമാണത്. അപ്പം അന്നത്തെ ഋഷികളാണ് ഈ സയൻസ് ജ്ഞാനം മനസ്സിലാക്കിയിട്ട് അതിനൊരു പേരെല്ലാം കൊടുത്തിട്ട് സയൻസിനെ ശ്രീഹരിയായിട്ടെല്ലാം കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഋഷികളുടെ സ്മൃതിയും പ്രമാണവുമാണ്. ഇതാണ് ധർമാചരണങ്ങളുടെ അടിസ്ഥാനം. അപ്പം ഈ പറയാൻ പോകുന്ന ധർമാചരണങ്ങളെല്ലാം ഋഷികള് പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് കൊള്ളാമെന്ന് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു വഴിയാണ് ഇത്.
ഇങ്ങനെ വേണം മനുഷ്യർ ജീവിക്കാൻ, ലോകത്തിലുള്ള മനുഷ്യർ ജീവിക്കാൻ. ഇപ്പൊ ശ്രീഹരി എന്നെല്ലാം ഋഷികൾ ഒരു പേര് കൊടുത്ത, ശ്രീഹരി എന്നാരാ പേര് കൊടുത്തിരുന്നത്? ഋഷികളാണ്. അല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ പേരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പേരൊന്നും ഇല്ല. നിർഗുണമായ ശക്തി വിചാരത്തിന് ഒരു പേരുമില്ല, രൂപവുമില്ല, ഭാവവുമില്ല. അതിന് പിന്നെ പേര് കൊടുക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ഋഷികളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ജ്ഞാനത്തെയാണ് ശ്രീഹരിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഋഷികൾ ചെയ്തതാണ്. അവരെഴുതി വച്ചിരിക്കുന്ന ഈ കാര്യങ്ങളാണ് സനാതനധർമ്മമായിട്ട് പറയേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിലൂടെ അന്ധക്കരണം പ്രസന്നമാവുന്നു. നമ്മുടെ അന്ധക്കരണം എങ്ങനെയാണ് പ്രസന്നമാവുക? ഏറ്റവും പ്രസന്നമാകുന്നത് പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുമ്പോഴാണ്. നമുക്കൊന്നിനെ പറ്റി അറിയില്ലെങ്കിൽ എപ്പോൾ ആകാംക്ഷയായിരിക്കും, അറിയുമ്പോൾ പ്രസന്നമാകും. ആരെങ്കിലും ഒരാൾ, നമ്മൾ രണ്ടുപേര് മുമ്പിൽ രണ്ടുപേര് ഇരിക്കുകയാണ്, അവർ ചവിട്ടിൽ എന്തെങ്കിലും മന്ത്രിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ അസ്വസ്ഥയാണ്. എന്നെ പറ്റിയാണോ ഇല്ലയോ ഇല്ലയോ, പിന്നെ ആകെ പ്രശ്നമാണ്. ഇവനെന്താ ഞാൻ കേൾക്കാതെ പറയുന്നു, എന്തോ എന്നല്ലോ എന്നെ പറ്റിയാണോ എന്നെല്ലാം ചിന്തിക്കും. പക്ഷെ ആ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസന്നതയാണ്, ഒരു പ്രശ്നമില്ല. ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസന്നതയാകും. അപ്പം ആ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സനാതനധർമ്മം. അപ്പം അതിനെങ്ങനെ ജീവിക്കണമെന്ന് പറയുകയാണ്. 8 മുതൽ 12 വരെ യാഥാർത്ഥ്യ കഥനം, കഥനങ്ങൾ, കഥകൾ, അല്ലെ ചരിത്രങ്ങൾ യഥാർത്ഥ അർത്ഥത്തിലൂടെ മനസ്സിലാക്കുക. അപ്പം ഋഷികൾ വേദങ്ങളായിട്ട് എഴുതി തന്നിട്ടുണ്ട്. സാധാരണക്കാരനത് മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന സനാതനധർമ്മം സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അതിൽ കഥരൂപത്തിലെല്ലാം എഴുതി തന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. വെറുതെ ഇങ്ങനെ കഥയും കേട്ട് അത് പാടി നടക്കുന്നത് ശരിയല്ല. കഥയുടെ പിന്നിലുള്ള ആ യഥാർത്ഥ ജ്ഞാനം നേടണം. ദീനാനുകമ്പ, എല്ലാവരോടും ഒരേ അനുകമ്പ ഉണ്ടാകണം. കാരണം എല്ലാം ബ്രഹ്മമാണ്. അതുകൊണ്ട് എല്ലാത്തോടും നമ്മൾ അനുകമ്പയുണ്ടാകണം. സനാതനധർമ്മമാണ്. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ചിന്തയും പാടില്ല. എല്ലാത്തോടും, ജീവജാലങ്ങളോട് അനുകമ്പ. അത് മൃഗമായാലും മനുഷ്യരായാലും എല്ലാത്തോടും അനുകമ്പ വെക്കുക. എല്ലാം പരസ്പരം വിഭജിച്ച് കാണുകയല്ല. എല്ലാവരോടും അനുകമ്പ. പട്ടിയോടും പൂച്ചയോടും ആയാലും അനുകമ്പ. ശത്രുവായോടും, ശത്രുവിൻ്റെ കുട്ടിയാണെങ്കിലും അനുകമ്പ. വ്രതാനുഷ്ഠാനം, എല്ലാ കാര്യങ്ങളും ശരിയായ നീറ്റായിട്ട് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു വ്രതം എടുക്കുമ്പോൾ നമുക്കൊരു ചിട്ടയുണ്ട്. അതേ ചിട്ടയിൽ എല്ലാ കാര്യത്തെയും സമീപിക്കുക. ഇതൊന്നും ഏതെങ്കിലും ഒരു മനുഷ്യനുള്ളതല്ല, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രം ചെയ്യേണ്ടതല്ല ഇത്. ഇതെല്ലാവർക്കും ബാധകമാണ്. ഇതിലൊന്നും ഒരു മതവും ഇല്ല, ഒരു രൂപവും ഇല്ല. ശുചിത്വം വേണ്ടേ? ആർക്കാ ശുചിത്വം വേണ്ടാത്? ലോകത്തിലുള്ള എല്ലാവർക്കും ശുചിത്വം വേണം. സഹനശീലം, സഹിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ കഷ്ടതകൾ വരും. ഏറ്റവും അധികം വരുന്നത് കഷ്ടതയാണ്. അപ്പം അത് സഹിക്കാൻ പഠിക്കുക. ഇത് നമുക്ക് മാത്രം സഹിക്കാൻ മതിയോ? എല്ലാവരും സഹിക്കണം. ലോകം മുഴുവൻ സഹിക്കണം എല്ലാവരും. അല്ലാതെ സഹനശീലം ഇല്ലെങ്കിൽ ഇതെല്ലാം ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതല്ല, മനുഷ്യർക്കുള്ളതാണ്. സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ തെറ്റായ ധാരണ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കാർക്കല്ലോ പറ്റിയ, നമ്മളെ മാത്രമുള്ളതാണ്. എല്ലാവർക്കും സഹനശീലം. യുക്തായുക്ത വിവേകം, യുക്തിക്ക് അനുസരിച്ചിട്ടുള്ള വിവേകം. യുക്തി വേണ്ടെന്നല്ല, യുക്തി വേണം. യുക്തി ഉപയോഗിച്ചുകൊണ്ട് വിവേകം നേടണം. ശരിയായ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, ശരിയായ യുക്തി, അല്ലാതെ വളഞ്ഞ തരത്തിലുള്ള യുക്തി മാത്രമല്ല. അത് പക്ഷം പിടിച്ചിട്ടുള്ള യുക്തി. പക്ഷമൊന്നും പിടിക്കാതെ നമ്മുടെ യുക്തി, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തി ഉപയോഗിച്ചുകൊണ്ട് സംഗതികളെ മനസ്സിലാക്കാൻ നോക്കണം. നമ്മളിപ്പം
സയൻസിലൂടെയാണ് വേദത്തെ നോക്കി കാണുന്നത്. അല്ലാതെ നമ്മൾ കണ്ണട വെച്ചിട്ടല്ല, നമ്മൾ സയൻസിലൂടെയാണ് വേദത്തെ നോക്കി കാണുന്നത്. അതാണ് ശരിയായ സമീപനം. അല്ലാതെ കണ്ണട വെച്ചിട്ട് ഇതിൽ സയൻസ് ഒന്നുമില്ല, ഇതെന്തോ ഭാവനയിൽ ചിത്രീകരിക്കുകയല്ല. സയൻസിന്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. മനസംയമനം, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. മനസംയമനം എല്ലാവർക്കും വേണ്ടേ. ഇത് ഏത് വിഭാഗത്തിനാണ് വേണ്ടത്? ഇത് ആരുടെ? മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. ബാഹ്യേന്ദ്രിയ സംയമനം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പുറത്തുള്ള ബാഹ്യേന്ദ്രിയങ്ങളെ എല്ലാം, മനസ്സ് മാത്രം പോരാ, നമ്മുടെ പുറത്തുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമനം പാലിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചാടിക്കയറിയിട്ട് പ്രതികരിക്കരുത്, സംയമനം പാലിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ കയറിയിട്ട് കത്തിയെടുത്ത് കുത്തുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിയമങ്ങളെല്ലാം എന്തിനാണ്? ഇവിടെയെല്ലാം നിയമവ്യവസ്ഥിതികളുണ്ട്. അപ്പം നമ്മൾ സംയമനം പാലിച്ചിട്ട് അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? നേരിടേണ്ടത് നേരിടണം. പക്ഷേ സംയമനം പാലിച്ചിട്ട് ശരിയായ വ്രതനിഷ്ഠയോടുകൂടി അവയെ കൈകാര്യം ചെയ്യണം. ഹിംസാത്യാഗം, വേണ്ടാതെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഹിംസ ചെയ്യരുത്. ലൈംഗിക സുഖങ്ങളിൽ അനാസക്തി, ലൈംഗികപരമായ കാര്യങ്ങളിൽ അധികം ആസക്തനാകാതിരിക്കുക. അനാസക്തി എന്നാണ് പറയുന്നത്. അനാസക്തി ആകണം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നും പറയുന്നില്ല, കുറച്ചങ്ങോട്ട് എത്തുമ്പം വേറെ തരത്തിലും പറയുന്നുണ്ട്. അപ്പം അതിനെ നിയന്ത്രിക്കണമെന്നേ പറഞ്ഞു. അതിൻ്റെ അടിമയാകരുത്. ദാനം, ആർക്കെങ്കിലും കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ മനസ്ഥിതി വേണം. ആ മനസ്ഥിതി ഉണ്ടാണ്ടെങ്കിൽ അതൊരു സഹജീവിയാണ് എന്നുള്ളൊരു ബോധം. അത് ഇന്നാക്ക് നിന്നുള്ള ആർക്കും ദാനം കൊടുക്കേണ്ടത് ആർക്കാണ്? വെറുതെ ചുമ്മാ കൊടുക്കേണ്ടതല്ല ദാനം. അത് നമുക്കൊരു തെറ്റായ തോന്നലാണ്. വർഷത്തിൽ ഇന്ന ദിവസം കൊണ്ട് ഈ ദാനം കൊടുത്തു കളയണം, അതൊന്നുമല്ല. ദാനം എന്ന വാക്കിൻ്റെ അർത്ഥം ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഒരു സമയത്ത് നേരിടുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദാനം ചെയ്യുക. അതാണ്. അർഹതയുള്ളവർക്ക് ദാനം ചെയ്യണം. അർഹതയുള്ളവർക്ക് ആ സമയത്ത് ദാനം ചെയ്യണം. ഇന്ന് കൊടുക്കേണ്ട 10 ആഴ്ച കഴിഞ്ഞിട്ട് ഒരാൾക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രി കിടക്കുകയാണ്, മരുന്നിന് പൈസയില്ല, ആ രോഗി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വർഷത്തിൽ ഒരിക്കലേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ശനിയാഴ്ചയെ ഞാൻ ദാനം ചെയ്തുള്ളൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. അതൊന്നും അല്ല ദാനത്തിൻ്റെ അർത്ഥം. ഇതെല്ലാം നമ്മൾ ജാട എന്നേ പറയാൻ പറ്റും. പിന്നെ തനിക്കറിയാവുന്ന ജപം. നമ്മൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രതത്വങ്ങളാണ്, പ്രപഞ്ച രഹസ്യങ്ങളാണ്. അതാണ് മന്ത്രരൂപത്തിൽ എഴുതിയിരിക്കുന്നത്, ചുരുക്കിയിരിക്കുന്നത്. അപ്പം ആ വേദങ്ങളെ എല്ലാവർക്കും ഒന്നും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം നമുക്കറിയാവുന്ന ജപം, നമുക്ക് വേദങ്ങളിൽ നിന്നും എന്തെല്ലാം മനസ്സിലായോ അത്രയും കാര്യം നമ്മൾ ഇടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. കാരണം പഠിച്ച വിഷയങ്ങൾ, നമുക്കറിവുള്ള ജ്ഞാനങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലോർക്കണം. വേദത്തിൽ സയൻസാണുള്ളത്, ആ സയൻസ് തത്വങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം, പഠിച്ചത് ഓർക്കണം. നമ്മളിപ്പം കോളേജിലോ സ്കൂളിലോ പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ കളയാനുള്ളതല്ല, അതെപ്പോഴും മനസ്സിൽ ഓർത്തോർത്ത് വെക്കണം. കാരണം എന്തുകൊണ്ട്? നമ്മളെന്താ ചെയ്യുന്നത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങ് കളയുകയാണ്. അത് പാടില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രധാനപ്പെട്ടത് ഓർത്ത് വെക്കണം, കാരണം എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തനിക്കാവുന്ന ജപം എല്ലാവർക്കും ഒന്നും ജപിക്കുക എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. ഇതിനാണ് ജപം എന്ന് പറയുന്നത്. ഉരുവിടുക എന്നും വേണ്ടി പറയാം. അപ്പം നമുക്ക് പഠിച്ചു വെച്ച ജ്ഞാനം നമ്മൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യണം. വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് കളയാനുള്ളതല്ല, ഭാവിയിലത് പ്രയോജനപ്പെടും. പിന്നെ ലളിതമായ സ്വഭാവം, അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്വഭാവം. അതായത് സ്വഭാവം ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ആയിപ്പോരുത്, ശാന്തമായ എല്ലാത്തിനെയും ഒരു സമഭാവനയോടുകൂടി സമീപിക്കുക. സാംസ്കാരിക പ്രവൃത്തി മാർഗത്തിൽ നിന്നും നിവൃത്തനാകൽ. സാധാരണ നിലയിലുള്ള പ്രവൃത്തി, നമ്മളിപ്പോൾ ഇവിടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ജനിച്ചത് കർമ്മം ചെയ്യാനാണ്. അത് സാംസ്കാരിക പ്രവൃത്തിയാണ്, പ്രവൃത്തി മാർഗമാണ്. നമ്മൾ കർമ്മം ചെയ്യാനാണ്
ജനിച്ചിരിക്കുന്നത്. അപ്പം കർമ്മം ചെയ്തു കൊടുത്തേ പറ്റൂ. പക്ഷെ അതിൽ നിന്നും നിവൃത്തി മാർഗത്തിലേക്ക് കടക്കണം. കാരണം അനാവശ്യമായ കർമ്മങ്ങൾ ഒഴിവാക്കുക. സാംസ്കാരിക പ്രവർത്തികളിൽ നമ്മൾ ഇടപെടുമ്പോൾ കുറേ പ്രവർത്തികളെല്ലാം നമ്മൾ അനാവശ്യമായിട്ട് ചെയ്തു പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ വരുന്ന ബാക്കിയുള്ളതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക. ജീവിതത്തിന് നമ്മൾ ലോക പുരോഗതിക്കായിട്ട് ചെയ്യുന്ന കർമ്മമുണ്ട്, വേണ്ടാതെ കുറേ കർമ്മങ്ങളുണ്ട്. നാട്ടിന് ഒരു ഗുണമില്ലാതെ, സമൂഹത്തിന് ഒരു ഗുണമില്ലാതെ കുറേ സാംസ്കാരിക കർമ്മങ്ങളുണ്ട്. അനാവശ്യ കൂട്ടുകെട്ട് കൂടി ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ അനാവശ്യമായ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. അതെന്നെല്ലാം വിഡ്രോ ചെയ്യണം. എല്ലാത്തിനൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതാണ് സാംസ്കാരിക പ്രവൃത്തി മാർഗത്തിൽ നിന്നും നിവൃത്തനാകൽ. ആവശ്യം വേണ്ട കർമ്മങ്ങളിലേക്ക് നാം നിന്നുകൊണ്ട് മറ്റുള്ളതിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് മാറണം. ക്രമത്തിൽ മനുഷ്യരുടെ ആഗ്രഹത്തിന് വിപരീതമായ ഫലമുണ്ടാകുന്ന കർമ്മങ്ങളുടെ നിരീക്ഷണം. ഇപ്പം എപ്പോഴും നിരീക്ഷിക്കേണ്ടത് എന്താണ്? ഈ നാട്ടിൽ നടക്കുന്ന കർമ്മങ്ങൾ മനുഷ്യരുടെ ആഗ്രഹത്തിന്, മനുഷ്യരുടെ നന്മക്ക് വിപരീത ഫലം ഉണ്ടാക്കുന്നതാണോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും കുറ്റം കണ്ടെത്താൻ നടക്കണമെന്നല്ല, കുറ്റം കണ്ടെത്തൽ തന്നെ. ഏത് സമൂഹത്തിൻ്റെ നന്മക്ക് ദോഷമായിത്തീരുന്ന കർമ്മങ്ങളെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. രാജ്യത്തിന് ഭാവിയിൽ ദോഷമുണ്ടാക്കുന്ന കർമ്മങ്ങൾ എവിടെയെല്ലാണ്, അതാണ് അധർമ്മം എന്ന് പറയുന്നത്. ആ അധർമ്മങ്ങളെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം കുറച്ച് നമ്മുടെ ധർമ്മം അതാണ്. വെറുതെ എല്ലാവരും സുഖിച്ച് അങ്ങനെ ആടിപ്പാടി നടക്കലല്ല. ആ സമയം അനാവശ്യമായ കർമ്മങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളുണ്ട്. അത് സമൂഹത്തിന് ഗുണമാണോ ചെയ്യുന്നത്, ദോഷമാണോ ചെയ്യുന്നത്? ആ ദോഷം ചെയ്യുന്നതിനെ നിരീക്ഷിച്ചു കൊണ്ട് നടക്കുക. എങ്കിലേ അധർമ്മങ്ങൾ നാട്ടിൽ നിന്ന് ഇല്ലാതാവുകയുള്ളൂ. ആളെ കുറ്റം കണ്ടെത്തലല്ല, സമൂഹത്തിന് ദോഷമായ. അപ്പം ഭരണവർഗത്തിൽ നിന്ന് എല്ലാം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ചിലവർ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന പല കർമ്മങ്ങളും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. സമൂഹത്തെ പറ്റി എപ്പോഴും ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. അതാണ് മനുഷ്യരുടെ ആഗ്രഹത്തിന് വിപരീതമായ ഫലം ഉണ്ടാക്കുന്ന കർമ്മങ്ങളുടെ നിരീക്ഷണം. അപ്പം അനാവശ്യമായിട്ട് അതും ഇതും സൊള്ളി നടക്കുന്നതിൻ്റെ സമയം കൊണ്ട് അത്തരം കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ട് സമൂഹത്തെ വീക്ഷിക്കുക. എന്താണ് സമൂഹത്തിന് ദോഷമായി തീരുന്നത്, എന്തെല്ലാമാണ്, എവിടെയെല്ലാണ് സംഭവിക്കുന്നത്, അതിനെ ശരിക്ക് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. വൃഥാലാപം, വേണ്ടാത്ത തരത്തിലുള്ള ആലാപങ്ങളും അതുമെല്ലാം ഒഴിവാക്കുക. ആധ്യാത്മിക ചിന്ത, ശരിയായ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രഹസ്യം. പ്രപഞ്ചം ഏതിൽ നിന്ന് ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, എന്തിനു വേണ്ടി ഉണ്ടായി? ഇത്തരം ചിന്തകളാണ് ആധ്യാത്മ ചിന്തകൾ. അത് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങും. പ്രപഞ്ചം ഏതിൽ നിന്നോ ഒരു ഉപ്പും പാവില്ലാതെ ഒന്നിൽ നിന്നാണ് തുടങ്ങിയത്. അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? ഇത്തരം ചിന്ത, ഇതെല്ലാം ശാസ്ത്രലോകം നടത്തിയ കാര്യങ്ങളാണ്. അത് നമ്മളോടും പറയുകയാണ്. പ്രാണികൾക്ക് അർഹിക്കുന്ന വിധം അന്നവും ഭക്ഷണവും വിതരണം ചെയ്യുക. മറ്റുള്ള എല്ലാ പ്രാണികൾക്കും, അതെല്ലാം ജീവജാലങ്ങൾ തന്നെയാണ് നമ്മളെപ്പോലെ. അവർക്ക് വേണ്ട അന്നവും ഭക്ഷണവും എല്ലാം വിതരണം ചെയ്യുക. ഇതെല്ലാം ലോകത്തിലെ എല്ലാവർക്കും ബാധകമാണ്. ഇതൊന്നും ഇവിടെയുള്ളതല്ല. പ്രാണികൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യരിൽ തൻ്റെ ആത്മാവെന്നും ആരാധ്യ ദേവനുമെന്നുള്ള ധാരണ, പ്രാണികളിലെല്ലാം തൻ്റെ ആത്മാവ് തന്നെയാണ് നിലനിൽക്കുന്നത്. കാണുന്നതിലെല്ലാം ഈ ജീവജാല, പട്ടിയായാലും പൂച്ചയായാലും അതിലും എൻ്റെ ആത്മാവാണുള്ളത്. എൻ്റെ ആരാധ്യ ദേവനാണത്. ഒരു പട്ടീനെ കാണുമ്പോഴും ഒരു കഴുതേനെ കാണുമ്പോഴും ഞാൻ ആരാധിക്കുന്ന ഈശ്വരനാണത് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മനുഷ്യരിൽ
പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്നാൽ അതൊരു ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നേരത്തെ പട്ടിയും പൂച്ചേരിയെല്ലാം പറഞ്ഞല്ലോ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, തമിഴനായാലും ഏതായാലും അതിലെല്ലാം എൻ്റെ ആത്മാവാണെന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ, ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ, ആ ഈശ്വരൻ തന്നെയാണ് ആ മുന്നിൽ നിൽക്കുന്നത് എന്ന ചിന്താഗതിയോട് പോവുക. ഇതാണ് സനാതന ധർമ്മം. കുറച്ച് കട്ടിയാണ്. നമ്മളെ ധാരണകളെല്ലാം പൊളിച്ചെടുക്കുന്നതാണ് ഈ സനാതന ധർമ്മം. ഇതെല്ലാം ലോകത്തിൻ്റെ യുഎൻഒൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാക്കേണ്ട തത്വങ്ങളാണ് ഇതെല്ലാം, വേദങ്ങൾ. മഹാന്മാർക്ക് ആശ്രയഭൂതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാചരിത്രങ്ങളെ കേൾക്കുക. ശ്രീകൃഷ്ണന്റെ ലീലാചരിത്രം കേൾക്കുക. ശ്രീകൃഷ്ണന്റെ ലീലാചരിത്രം എന്താണ്? അധർമ്മത്തിനെതിരായി പോരാടിയിട്ട് ചൂതുകളിയുടെ ലോകത്തെ തച്ചുടക്കുകയാണ് ചെയ്തത് ശ്രീകൃഷ്ണൻ. ചൂതുകളി ഉണ്ടായി സമൂഹത്തിൽ നിന്നും ധർമ്മത്തിനനുസരിച്ച് നീങ്ങുന്നവരെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അധ്വാനിച്ച് സുന്ദരമായ ഒരു ലോകമുണ്ടാക്കാൻ ശ്രമിച്ചവരെ, അതായത് ഒരു നല്ലൊരു കൊട്ടാരം പണിതു. പാറ സ്ഥലത്ത് ആരും മോഹിക്കുന്ന ഒരു കൊട്ടാരം പണിതപ്പോൾ പാണ്ഡവരെ ആണ് പണിതത്. കൗരവരെന്ത് ചെയ്തു? കള്ളച്ചൂതിലൂടെ അടിച്ചു മാറ്റി. കള്ളച്ചൂതിലെ വല്ലവൻ്റെയും സ്വത്തുകൾ അടിച്ചു മാറ്റുന്ന കള്ളച്ചൂതുകളി, ഇതിനെതിരായിട്ടാണ് കൃഷ്ണൻ പ്രതികരിച്ചത്. ആ ചരിത്രത്തെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുക. ആ ചരിത്രം പിന്നീട് പറയും. നമ്മൾ അവിടേക്ക് തന്നെയാണ് രാമകഥയിലേക്കും കൃഷ്ണകഥയിലേക്കെല്ലാം തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ചരിത്ര ലീലകളെ ശരിക്ക് കേൾക്കുക. ശരിക്ക് കേൾക്കുക എന്ന് തന്നെ വെറുതെ കഥയും കേട്ടിരിക്കാനല്ല, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അത് മനസ്സിലാക്കുക. എന്നിട്ട് കേൾക്കുക, കീർത്തിക്കുക, ധ്യാനിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഈ ഓരോന്നിലും പറയുന്നത്? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പാണ്ഡവർക്ക്, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരോ? അപ്പം ചിന്തിക്കണം, ഒരു നല്ല കഥയിൽ എങ്ങനെയാണ് പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ വരും? അതെങ്ങനെയാണ് ഒരു നല്ല സ്ത്രീയാവുക? അപ്പം അതൊന്നുമല്ല എൻ്റെ അർത്ഥം. രാമന്റെ കാലഘട്ടത്തിൽ രാമൻ മറ്റുള്ള സ്ത്രീകളെ മുഖത്ത് പോലും നോക്കില്ല. അതാണ് ഏറ്റവും നല്ല ദേവൻ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണന്റെ അടുത്തെത്തുമ്പോൾ 16,008 ഭാര്യമാര്, നാട്ടിൽ മുഴുവൻ പിള്ളേർ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള അർത്ഥം? ഇതാണ് ധ്യാനിക്കേണ്ടത്. രണ്ടു തരം ദേവന്മാരെയാണ് അവതരിപ്പിച്ചത്. ഒന്ന്, വേറെ ഭാര്യയെ പറ്റ ഏക ഭാര്യ, മറ്റുള്ളവരെ മുഖത്ത് പോലും നോക്കില്ല. രാമൻ എന്ത് നല്ല ദൈവം! ഇപ്പോഴത്തെ അതിനെക്കാട്ടി നല്ല എല്ലാം തികഞ്ഞ ദേവനാകുമ്പോൾ 16,008 ഭാര്യമാരും എത്രയോ കുട്ടികൾ, നാട് കടത്തും കുട്ടികൾ. ചെറുപ്പത്തിലുള്ള പരിപാടി വെണ്ണ മോഷണമാണ്. സ്ത്രീകളെ വസ്ത്രമെല്ലാം അപഹരിക്കലാണ്. എന്നിട്ട് വെള്ളത്തിൽ നഗ്നമായിട്ട് നിന്ന് കൊടുക്കണം, എന്നാലേ വസ്ത്രം കൊടുക്കും. അതേ അർത്ഥത്തിൽ അങ്ങിരിക്കുകയാണ്, എടുക്കുകയാണ്. ഇതെല്ലാം ധ്യാനിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? കൃഷ്ണൻ എന്തിനാണ് ചെറുതിൽ മോഷ്ടിക്കാൻ നടന്നത്? വെണ്ണ സംഘടിപ്പിച്ച് മോഷ്ടിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതൊന്നും മനസ്സിലാക്കാതെ ധ്യാനിക്കുക. അതിനെല്ലാം ശരിയായ അർത്ഥമുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. എന്നിട്ട് സേവിക്കുക എന്ന് ആ കാലത്തിൻ്റെ കൃഷ്ണനെ സേവിക്കുക. അർജുനൻ കൃഷ്ണനെ സേവിക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടി? അധർമ്മത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ, 3ാം ലോകമഹായുദ്ധത്തിൽ കൃഷ്ണനെ സേവിക്കുക, കാലത്തെ സേവിക്കുക. 3ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ കാലത്തോടൊപ്പം നിന്നുകൊണ്ട് ലോകത്തെ ഒരു സുന്ദരമായ വസുദേവ കുടുംബത്തിലേക്ക് കൊണ്ടുപോവുക. പൂജിക്കുക, നമസ്കരിക്കുക, പരിചരിക്കുക, ഇതെല്ലാം മിത്രഭാവേന കാണുക. എല്ലാത്തിനെയും മിത്രമായിട്ട് കാണുക. എന്നിട്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ആ ശക്തിക്കായിക്കൊണ്ട് ആ കാലത്തെയാണ് കൃഷ്ണനായിട്ട് ചിത്രീകരിക്കുന്നത്. 3ാം ലോകമഹായുദ്ധം നടക്കുന്ന
മഹാഭാരത യുദ്ധം നടക്കുന്ന കാലഘട്ടത്തെയാണ് കൃഷ്ണനായിട്ട് കാണുന്നത്. ആ കാലത്തോടൊപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇപ്രകാരം 30 ആചാരങ്ങൾ എല്ലാവർക്കും പൊതുവായുള്ള പരമധർമ്മമാകുന്നു. അത് സർവേശ്വരനെ സന്തുഷ്ടനാണ്. ഇനി 13 സംസ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ ഗർഭധാനാദികളായ വൈദിക ക്രിയകൾ മുതലായവ യാതൊരാളെ അടിസ്ഥാനമാക്കി നടക്കുന്നുവോ, അതായത് ഗർഭധാനം എന്ന പ്രക്രിയ യാതൊരാളെ അടിസ്ഥാനമാക്കി നടക്കുന്നുവോ, സ്രഷ്ടാവ് തന്നെ യാതൊരാളെ നിമിത്തീകരിച്ച് മുടക്കമില്ലാതെ യഥാകാലം നടത്തുന്നുവോ. അപ്പം സ്രഷ്ടാവ്, സൃഷ്ടികർത്താവാണ് ഗർഭധാനത്തിൻ്റെ ഗർഭമുണ്ടാക്കുന്നതിനും അതിനുവേണ്ടി ദമ്പതികളെ ഒരുക്കുന്നതിനും പ്രവർത്തിക്കുന്നത്. കാലാകാലങ്ങളിൽ അനുയോജ്യരായ പുരുഷന്മാരെ യോജിപ്പിച്ചിട്ട് കുട്ടികൾ ഉണ്ടാക്കുകയാണ് ഇവിടെ വിവാഹത്തിൻ്റെയും കുട്ടികൾ ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നിലുള്ള തത്വം, പ്രകൃതി നിയമം. ഇതാര് നടത്തുന്നു? യഥാകാലം ഗർഭധാനാദികളായ വൈദിക ക്രിയകൾ, ഗർഭധാനം മുതലായ ഒരു പുരുഷന് സ്ത്രീയില് ഗർഭം ഉണ്ടാക്കിക്കുക മുതലായ വൈദിക കർമ്മങ്ങൾ യാതൊരാളെ അടിസ്ഥാനമാക്കി നടക്കുന്നുവോ, സ്രഷ്ടാവ് തന്നെ യാതൊരാളെ നിമിത്തീകരിച്ച് മുടക്കമില്ലാതെ യഥാകാലം നടത്തുമോ, അതാത് കാലഘട്ടങ്ങളിൽ ആ ശക്തിവിശേഷം തന്നെയാണ് അനുയോജ്യരായ പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഗർഭധാനം ഉണ്ടാക്കുന്നത്. സ്രഷ്ടാവ് തന്നെ യാതൊരാളെ അതിന് സമുചിതമാക്കുന്നു. സ്രഷ്ടാവ് തന്നെയാണ് തീരുമാനിക്കുന്നത് ആര് നമ്മൾ കൂടിച്ചേരണമെന്ന്. സ്രഷ്ടാവ് തന്നെ യാതൊരാളെ അതിന് സമുചിതനാണെന്ന് നിർണയിച്ചിരിക്കുന്നുവോ, സ്രഷ്ടാവ് തന്നെയാണ് തീരുമാനിക്കുന്നത് ആരെല്ലാം കൂടിയിട്ടാണ് ഒരു കൊച്ചുണ്ടാകേണ്ടത്. അയാൾ ദ്വിജനാകുന്നു. ദ്വിജൻ എന്ന് പറഞ്ഞാൽ 2 ജന്മമുള്ളവൻ. അവൻ ദ്വിജനാകുന്നു. ദ്വിജനാകുന്നു എന്ന് പറഞ്ഞാൽ അവന് 2 ജന്മമുണ്ട്. അവനിലൂടെയാണ് അടുത്ത ജന്മവും ഉണ്ടാകുന്നത്. അവൻ തന്നെയാണ്, അവൻ്റെ അംശമാണ്, അവൻ തന്നെയാണ് വേറൊരു കൊച്ചായിട്ട് പിറക്കുന്നത്. അവൻ്റെ ജനിതക ഘടന എടുത്തുകൊണ്ട് തന്നെയാണ് വേറൊരു കൊച്ചിനെ ഉണ്ടാക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടാകുന്നത് ആ ശക്തിക്ക് വേണ്ടിയാണ്. കാരണം നാളെ ആ കാലത്തിന് യോജിച്ച ഒരു കുട്ടി വേണം കർമ്മം ചെയ്യാൻ. എന്ത് കർമ്മം ചെയ്യാൻ? ആ ശക്തി എന്താണോ ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് യോജിച്ച്. ഇപ്പോൾ ഒരു കലാകാരനാണ് ഉണ്ടാകേണ്ടതെങ്കിൽ നാടകവും ഒരു ഡാൻസും പാട്ടുമെല്ലാം അറിയുന്ന ഒരു കലാകാരനാണ് നാളെ ഉണ്ടാകേണ്ടതെങ്കിൽ ഒരു ദേശത്ത് അതിന് യോജിച്ച ജനിതക ഘടനയുള്ള പുരുഷനെയും സ്ത്രീയെയും യോജിപ്പിച്ചിട്ട് ആ ഗർഭധാനം നടത്തിയിട്ട് ആ കൊച്ചിനെ ഉണ്ടാക്കുന്നത് കാലമാണ്, ആ ശക്തി വിശേഷമാണ്, അച്ഛനും അമ്മയും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളിൽ ഒരു സൂക്തം സൂര്യനാണ് പെൺകുട്ടിയെ വിവാഹപ്പാന്തലിൽ എത്തിക്കുന്നതും വരൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും അച്ഛനും അമ്മയുമല്ല. ഇത് അഥർവവേദത്തിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു വിവാഹം, ഒരു പെൺകുട്ടിയും ഒരു പയ്യനും ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? കുട്ടി ഉണ്ടാകാനാണ്.
അത് ഏതു തരം കുട്ടി വേണമെന്ന് തീരുമാനിച്ചിട്ട് അതിന് യോജിച്ച പുരുഷന്മാരെയാണ് യോജിപ്പിക്കുന്നത്. ആ പുരുഷന് സ്ത്രീയുടെയും ജാതിയും മതമൊന്നും ഈശ്വരനൊരു പ്രശ്നമല്ല, അത് മനുഷ്യരുണ്ടാക്കിയതാണ്. കാരണം ആ ശക്തിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഇല്ല, മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനിയും ഇല്ല, ബ്രാഹ്മണനും ഇല്ല, ക്ഷത്രിയനും ഇല്ല, വൈശ്യനും ഇല്ല, തമിഴനും ഇല്ല, ചൈനക്കാരനും ഇല്ല, ഇംഗ്ലീഷുകാരനും ഇല്ല. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഇങ്ങനെ പലയിടത്തും കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ചരിത്ര സത്യമാണ്. ഇന്ന് നമ്മളുടെ മക്കളെല്ലാം അമേരിക്കയിലും ചൈനയിലും എല്ലാം പോയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അവിടെ അതിൻ്റെ കുട്ടികളാണ് ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടി? ആ കാലഘട്ടത്തിൽ ചെയ്യാനുള്ള കർമ്മത്തിന് വേണ്ടി. ആ ശക്തിയാണ് അത് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മതപരിവർത്തനം, ഇത്തരം ചിന്താഗതികൾ, മതങ്ങൾ, ഇതിലൊന്നും ഈശ്വരനൊരു ബന്ധവുമില്ല. സംഗതികൾ പറഞ്ഞു വരുന്നത് എത്ര നിഗൂഢമായിട്ടാണ് പറയുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം കാലത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് നമ്മളുടെ മക്കളെല്ലാം ഇവിടെ കിടക്കുന്ന എവിടെയെല്ലാം മക്കൾ, ഏതാണ് കല്യാണം നടക്കാൻ പോകുന്നത്, എന്തുതരം കുട്ടിയാണ് ഉണ്ടാകാൻ പോകുന്നത്, അതൊന്നും നമ്മളെ കൺട്രോളിലല്ല. നമ്മൾ വിചാരിക്കുന്ന ഇവിടുത്തെ ആളെ മതം മാറ്റുന്നത്. എന്ത് നമ്മളാണ് പോയിട്ട് വേറെ നാട്ടിലെല്ലാം കല്യാണം കഴിക്കുന്നുണ്ട്. ഏത് നാട്ടിൽ പോയിട്ടാണ് കല്യാണം കഴിക്കാത്തത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയുള്ളവരെ കല്യാണം കഴിക്കുന്നില്ല. ഏത് നാട്ടിലെ? ചൈനക്കാരെ കിട്ടുന്നില്ല, ഇംഗ്ലീഷുകാരെ പണ്ടേ കിട്ടുന്നുണ്ട്, മുസ്ലിം രാഷ്ട്രങ്ങളിൽ കിട്ടുന്നില്ലേ? ഉണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ മുസ്ലിം രാഷ്ട്രങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കാലം മാറിക്കൊണ്ട് പോവുകയാണ്. കാലം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രശസ്തിയില്ല. നമുക്കാണ് ഈ ചിന്താഗതികൾ. വിവാഹങ്ങളെല്ലാം സ്വർഗത്തിൽ തീരുമാനിച്ചു എന്ന് എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിവാഹങ്ങളെല്ലാം ആരാരെ കെട്ടണമെന്ന് കാലമാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ആവശ്യമാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്രഷ്ടാവ് തന്നെ യാതൊരാളെ അതിനെ സമുചിതനാക്കുന്നുവോ, സമുചിതനാണെന്ന് നിർണയിച്ചിരിക്കുന്നുവോ അയാൾ ദ്വിജനാണ്. കാരണം ദ്വിജൻ എന്ന് പറയുമ്പോൾ അയാളുടെ രണ്ടാമത്തെ ജന്മമാണ്. ആ ഒരു പ്രക്രിയയിലൂടെ അയാൾ പുനർജനിക്കുകയാണ്, വേറൊരവസ്ഥയിലേക്ക് ജനിക്കുകയാണ്. അയാൾ തന്നെയാണ്. എല്ലാം ആ ആത്മാവാണ്. രണ്ട് ആത്മാവും ഒന്ന് തന്നെയാണ്. എന്നിലുള്ള ആത്മാവ് തന്നെയാണ് ആ കൊച്ചിലുള്ള ആത്മാവ്. പക്ഷേ എൻ്റെ സ്വഭാവമാണ് കുറേയെല്ലാം അതിനകത്ത് ഉണ്ടാവുക. അപ്പം ആ ആത്മാവ് എന്നിൽ നിന്നും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കുറേ കഴിയുമ്പോൾ എന്നെ എടുത്തങ്ങ് കളയും. പക്ഷെ രണ്ടും ആത്മാവാണ്. ആത്മാവിന് മരണമില്ല. ആത്മാവ് പലതായിട്ടെല്ലാം വരും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയമാണ്. അതുകൊണ്ട് ഇങ്ങനെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വിശുദ്ധന്മാരായ ദ്വിജന്മാർക്ക്, ഇങ്ങനെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ജനിച്ച് മരിച്ച് നമ്മൾ തന്നെ വേറൊരു രൂപത്തിലേക്ക് നമ്മൾ ആത്മാവ് തന്നെയാണ് പോകുന്നത്. മാറിപ്പോവുകയാണ്. പക്ഷേ രണ്ട് ആത്മാവ് എന്ത് തന്നെയാണ്? ഒരേ ആത്മാവാണ്. അത് തന്നെയാണ് ബ്രഹ്മം. പക്ഷെ അതിനപ്പം രണ്ടായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെയാണ് വേറെ രൂപത്തിൽ വരുന്നത്. പക്ഷേ ഞാനെന്ന ചിന്ത, അവൻ്റെ ഞാനെന്ന ചിന്ത വേറെയാണ് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ആത്മാവ് രണ്ടും ഒന്നാണ്. ജനിതഘടനി ഇതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട്, അതാണ് ഒരുത്തൻ്റെ വാരിയലിൻ്റെ ഒരു കഷ്ണം ഉരിയിട്ടാണ് മറ്റവളെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആത്മാവ് ഒന്നാണ്, പക്ഷേ രണ്ട് രൂപത്തിൽ പ്രതിഭാസിക്കുകയാണ്. ഇങ്ങനെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വിശുദ്ധന്മാരായ ദ്വിജന്മാർക്ക് യാഗം, വേദാധ്യയനം, ദാനം എന്നീ മൂന്നും വിധിക്കപ്പെട്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? വേദാധ്യയനം. ഈ എങ്ങനെ ജനിക്കുന്നവര് വേദം പഠിക്കണം, ശാസ്ത്രം പഠിക്കണം, സയൻസ്. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നേ അർത്ഥമുള്ളൂ. ഈ പുസ്തകം എടുത്ത് പഠിക്കണം എന്നൊന്നും പറഞ്ഞില്ല.
നിങ്ങൾ സയൻസ് പുസ്തകമോ എല്ലാം എടുത്ത് കലാപരമായ പുസ്തകങ്ങളെല്ലാം പഠിക്കണം, ദാനം ചെയ്യണം, യജ്ഞം ചെയ്യണം. ഈ മൂന്നും ചെയ്യാനാണ് ഇവരെ സൃഷ്ടിക്കുന്നത്. അടുത്ത ജന്മം എടുക്കുന്നത് യജ്ഞം ചെയ്യാൻ, പഠിക്കാൻ, ദാനം ചെയ്യാൻ. നമ്മളുടെ പഠിച്ച് യജ്ഞം ചെയ്യുന്നതിലൂടെ നമ്മൾ ദാനമാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവും ബുദ്ധിയും ലോക നന്മക്കായിട്ട് നമ്മൾ ദാനം ചെയ്യുകയാണ്. ആ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. ഇതാണ് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മചര്യാദി ആശ്രമധർമ്മങ്ങൾ വിശേഷിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മചര്യാദി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, പഠിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകണം, ജോലി എടുക്കണം, അവരെ പോറ്റണം, എന്നിട്ടോ എല്ലാം തന്നെ. ഇനി ലോകത്തിലുള്ള മനുഷ്യരെ 4 തിരിച്ചുകൊണ്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അവരുടെ പ്രത്യേകത പറയുകയാണ്. അതിനാൽ ബ്രാഹ്മണന് വേദാഭ്യാസം മൂലായ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു, വേദാധ്യയനം ചെയ്യുക. ഇപ്പം ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം, അല്ലാതെ ഈ പുസ്തകം എന്ന അർത്ഥത്തിലല്ല. ജ്ഞാനം, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി? അതിലെന്ത് വരും? ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം വരും. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടായിട്ട് തന്നെയാണ് പ്രപഞ്ചം ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നാണ് തുടങ്ങിയത്, ആറ്റങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് ആ എല്ലാ ജ്ഞാനവും ഏതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായോ, എന്തിനു വേണ്ടി ഉണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നീ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനത്തെയാണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ ആ വേദത്തെ പഠിക്കുകയാണ് ബ്രാഹ്മണന്റെ ലക്ഷ്യം, ധർമ്മം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വേദത്തെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ജ്ഞാനം നേടിയവരാരാണ് ഇന്ന് ചിന്തിക്കുമ്പോൾ? ന്യൂട്ടനെ പോലെയുള്ള വിദേശത്തുള്ള ശാസ്ത്രജ്ഞരാണ്. അവരാണ് ബ്രാഹ്മണന്മാർ. അവർ മാത്രമല്ല, ആ വേദരഹസ്യം മനസ്സിലാക്കി ഈ ജീവിതമെല്ലാം മിഥ്യമാണെന്ന് ചിന്തിച്ച് പോയവരും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരുമെല്ലാമാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വേദവ്യാസനെല്ലാണ്, ഋഷികളെല്ലാണ് ബ്രാഹ്മണർ. പക്ഷെ നമുക്ക് ഈ വേദങ്ങൾ കൈമ കിട്ടിയെങ്കിലും ഈ ജ്ഞാനമൊന്നും വേദത്തിൽ നിന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ എല്ലാ ജ്ഞാനവും വേദത്തിലുള്ളതാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ബ്രാഹ്മണരെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിൽ അത് ശാസ്ത്ര ലോകമാണ്, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നത്. അപ്പം ബ്രാഹ്മണർ അതാണ്. പിന്നെയുള്ളത് അവർ കണ്ടെത്തിയ ജ്ഞാനത്തെ ഒരു നേതൃത്വം എടുത്തിട്ട് നടപ്പാക്കുന്നത്, അതാണ് ക്ഷത്രിയർ. അപ്പം ക്ഷത്രിയർ ദാനം വാങ്ങുവാൻ അർഹതയില്ല. ക്ഷത്രിയർ ദാനം വാങ്ങിയിട്ട് ജീവിക്കേണ്ടവരല്ല. അവരെന്ത് ചെയ്യണം? അവർ ജനത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി നയിക്കേണ്ടവരാണ്. ഇപ്പോൾ രാജ്യത്ത് തന്നെ ചിന്തകരും ശാസ്ത്രലോകം എന്നതൊന്ന് ഇന്ന് ലോകം പുരോഗമിക്കുന്നത് ശാസ്ത്രത്തിലൂടെയാണ്. അങ്ങനെ ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നവരാണ് ബ്രാഹ്മണർ. അവർ ബ്രഹ്മത്തെപ്പറ്റി, പ്രപഞ്ചത്തെ രഹസ്യം തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നവരാണ്. എന്നാൽ ലോകത്തെ നയിക്കുന്ന ക്ഷത്രിയരാണ്. ആ ക്ഷത്രിയർ ദാനം വാങ്ങാൻ പാടില്ല. പ്രജാപാലകരുടെ രാജാവായിരിക്കുന്ന ക്ഷത്രിയന്റെ, അപ്പം പൊതുവെ രാജാക്കന്മാരായിരിക്കും ക്ഷത്രിയർ. ബ്രാഹ്മണരിൽ നിന്ന് ഒഴിച്ച് മറ്റുള്ളവരിൽ നിന്നാണ് നികുതി ഭരിച്ച് ഭരിക്കേണ്ടത്. അവർക്ക് പണം എങ്ങനെയാണ്? നികുതിയാണ്. അതായത് രാജ്യത്തെ നയിക്കുന്നവരാണ്, ലോകത്തെ നയിക്കുന്നവരാണ് ക്ഷത്രിയർ. അവര് ബാക്കിയുള്ള ലോകത്തു നിന്ന് നികുതിയെല്ലാം പിരിച്ചു. പക്ഷെ നികുതി പിരിക്കുമ്പോഴും ബ്രാഹ്മണരിൽ നിന്ന് പിരിച്ചുകൂടാ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ശാസ്ത്രജ്ഞരാണ്. ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിലുള്ളതല്ല, പണ്ടുള്ള ന്യൂട്ടനെ പോലെയുള്ള മാഡം ക്യൂരി, പീരി ക്യൂരി എന്നുള്ള പോലെയുള്ള ശാസ്ത്രജ്ഞരാണ്. അവരെല്ലാം അങ്ങനെയുള്ള ശാസ്ത്രജ്ഞര് അവരെ ജീവിതം തന്നെ അതിനെ ബലികഴിക്കുന്നവരാണ്.
അവരെ സ്വത്തെല്ലാം അതിനു വേണ്ടി ചെലവഴിച്ച് ശരീരത്തെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരോട് എന്ത് നികുതി പിരിക്കാനാണുള്ളത്? ഇവിടെ ബ്രാഹ്മണരോട് നികുതി പിരിക്കാൻ പാടില്ല ഈ ശാസ്ത്ര ലോകത്തോട്. അപ്പൊ അവർക്ക് നികുതി പിരിക്കാൻ പാടില്ല. അപ്പം അത് ഒഴിച്ച് ബാക്കിയുള്ളവരിൽ നിന്ന് നികുതി പിരിച്ചിട്ടാണ് രാജാവിൻ്റെ പോസ്റ്റിലുള്ളവരെയാണ് ക്ഷത്രിയർ എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. എല്ലാവർക്കും ഒന്നും രാജാവാകാൻ പറ്റില്ല, അതിന് ചില യോഗ്യതകളുണ്ട്. ഇപ്പം റഷ്യയിൽ എല്ലാവരും തുല്യമാണെന്ന് പറയുമല്ലോ, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നുവെങ്കിലും. അതുകൊണ്ട് പുട്ടിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് എല്ലാവരും തുല്യമാണ്, നാളെ പുട്ടിന് ഒരു ദിവസം ഭരിക്ക്, നാളെ ഞാൻ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു കൃഷിക്കാരനെ പിടിച്ചാടി ഇരുകാൻ പറ്റും? അതൊന്നും പറ്റില്ല. അതെല്ലാം മനുഷ്യൻ്റെ ഓരോ ക്വാളിറ്റിയാണ്, ജനിക്കുമ്പോൾ ചിലവരിലുള്ള ക്വാളിറ്റിയാണ്, എല്ലാവരിലുള്ള. ശാസ്ത്രജ്ഞന്മാർ എല്ലാവർക്കും ആകാൻ പറ്റുമോ? പറ്റില്ല, വളരെ കുറച്ച് പേര്. എന്നിട്ട് 5 വൈശ്യനാകട്ടെ കൃഷി, വ്യവസായം ഇതെല്ലാം ജീവിത വൃത്തിയായിട്ട് സ്വീകരിക്കുന്നു. അപ്പം കൃഷി വ്യവസായം എന്ന് പറഞ്ഞാൽ വൈശ്യരെന്ന് പറയുന്നത്, അപ്പം ലോകത്തിലെ ശാസ്ത്രലോകത്തെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അന്വേഷിച്ചു പോകുന്നവർ, ഇപ്പം ജീവിതത്തിൽ വിരക്തി വന്നവരെല്ലാം ഇതെല്ലാം മിഥ്യയാണെന്ന് കണ്ടുപോകുന്നവർ ബ്രാഹ്മണരാണ്. അവരും ബ്രാഹ്മണരാണ്. അവരെ ഭിക്ഷ തേണ്ടിയിട്ടാണ് ജീവിക്കുക. പിന്നെ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കാൻ പോകുന്ന എല്ലാവരും തന്നെ ബ്രാഹ്മണരായിട്ടെടുക്കാം, ബുദ്ധിപരമായിട്ട് പോകുന്നവർ. പിന്നെ ലോകത്തെ നയിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി രാജാക്കന്മാരെ പോലെയുള്ളവരാണ് ക്ഷത്രിയരെന്ന് പറയുന്നത്. അതിൻ്റെ കീഴെ വരുന്ന ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗവും, ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എല്ലാ വിഭാഗം, ക്ലർക്കായാലും ഇവരെല്ലാം എന്ത് വേണം? ബ്രാഹ്മണരെ അനുസരിക്കുന്നവരായിരിക്കണം. കാരണം ഇവർക്ക് സേവനത്തിന് മുകളിൽ ഒരു ബുദ്ധിയുള്ള ഒരാളുണ്ടാവും, അതാണ് ബ്രാഹ്മണൻ. ബുദ്ധി ഉപയോഗിച്ചിട്ട് ജ്ഞാനം കൈമാറുന്നവർ. ഉദാഹരണമായിട്ട് ഒരു അധ്യാപകൻ തന്നെയാണെങ്കിലും, ഒരു കോളേജ് ടീച്ചറാണെന്ന് വെച്ചോ, അത് വൈശ്യനാണ്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ വൈശ്യരാണ്, ഒരു ഡോക്ടർ വൈശ്യരാണ്. പക്ഷെ ഇവർക്കുള്ള ജ്ഞാനം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവരെ ഗുരുക്കന്മാരാണ് പഠിപ്പിക്കുന്നത്. ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് ഉയർന്നവരാണ്, അപ്പോൾ ബ്രാഹ്മണരാണ്. ഇവരെപ്പോഴെപ്പോഴും ബ്രാഹ്മണരുടെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്, അവരെ അനുസരിക്കണം. ബുദ്ധിയുള്ളവർ പറയുന്നതനുസരിച്ച് ആണ് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എല്ലാം വർക്ക് ചെയ്യുന്നത്. അവരെ ഗുരുക്കന്മാർ പഠിപ്പിച്ചതാണ് അവർ പ്രയോഗത്തിൽ വരുത്തുന്നത്. അതേസമയം തന്നെ ഓരോ സ്ഥാപനത്തിനും മുകളിലും നല്ല എക്സ്പീരിയൻസും നോളേജുള്ള ആൾക്കാർ, അവരെക്കാട്ടി നോളേജ് എക്സ്പീരിയൻസ് ഉള്ളവർ മുകളിലുണ്ടാവും. അവരെ അപ്പം ബ്രാഹ്മണർ എന്ന് പറയാം. അങ്ങനെ മുകളിലോട്ട് പോകുന്നവരെല്ലാം ബ്രാഹ്മണർ എന്ന് പറയാം. അവരുടെ അനുസരിച്ചാണ് കീഴെയുള്ളവർ വർക്ക് ചെയ്യേണ്ടത്. പിന്നെയോ ശൂദ്രന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാദികളുടെ സേവനമാണ്. ശൂദ്രൻ നമുക്കറിയാം, സമൂഹത്തിൽ സേവനം ചെയ്യും. പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഭാഗമുണ്ട്. അവർക്ക് പഠിപ്പിൽ താല്പര്യമില്ല, പക്ഷെ സേവനം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം സേവനം ചെയ്യുന്ന, നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നിൽക്കുന്ന, അവർക്ക് വലിയ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ സഹായിക്കാൻ എന്തിനും നമ്മളെ വലം കൈയായിട്ട് നിൽക്കുന്ന ചിലവരുണ്ട്. അവരാണ് സേവകർ, ശൂദ്രര്. ഉദാഹരണമായിട്ട് ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ എത്തുമ്പോൾ അവർ വിശ്വസ്തരായ ചിലവരെ സേവകരായിട്ട് കൂടെ നടക്കും. അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. അത് ചിലപ്പോൾ പേഴ്സണൽ സ്റ്റാഫായിരിക്കും. അപ്പം എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുക, അത് നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ളവ ചില വ്യക്തികളുണ്ട്. ഇത് ഓരോ കുടുംബത്തിലുള്ള ഈ 4 പേര്. ഒരു കുടുംബത്തെ തന്നെ എടുത്താൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവർ, പഠിക്കാൻ കഴിവുള്ളവർ ഒരു മകനുണ്ടെങ്കിൽ ഒരു മകൻ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നവരായ ക്ഷത്രിയനാണ്. വേറെ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില ഒരു വിഭാഗമുണ്ട്, അവർക്ക് ഈ പഠിക്കാൻ ഇതിലൊന്നും താല്പര്യമില്ല, പക്ഷെ എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ 4 തരം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും 4ആയിട്ടാണ് തിരിച്ചത്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. പണ്ട്
ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണെന്നാണ് വെപ്പ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിയൊന്നുമില്ല, പക്ഷെ കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും അവർക്ക് കുറച്ച്. പിന്നെ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് എല്ലാ വർക്കിംഗ് ചെയ്യുക. പിന്നെ തോറ്റവരുണ്ട്, അവർക്ക് സേവിക്കാനേ താല്പര്യമുണ്ടാവും. അങ്ങനെ എല്ലായിടത്തും ഇതുണ്ട്. മനുഷ്യരടക്കം അങ്ങനെ ഒരു, നമ്മുടെ ശരീരത്തിലെ തല ബ്രാഹ്മണനാണ്, കൈ ക്ഷത്രിയനാണ്, ശരീരം വൈശ്യനാണ്, ബാക്കിയുള്ള എല്ലാ ഫങ്ഷനും ശരീരമാണ്, കാല് സേവകരാണ്. ഇതെല്ലാം ഒരു സങ്കല്പമാണ്, അല്ലാതെ ഇതൊന്നും ജന്മം കൊണ്ടൊന്നും കിട്ടില്ല. ഒരു 16 പറയാണ്, വൈശ്യന്മാർക്ക് പറഞ്ഞ ചില ജോലികളുണ്ട്. എന്ത്? കൃഷി, കച്ചവടം, സംഭാവന വാങ്ങുക, ഇതെല്ലാം വൈശ്യർക്ക് പറഞ്ഞതാണ്. പിന്നെയോ യാചിച്ചിട്ട് നേടുക, പറമ്പത്തെല്ലാം വീണ് കിടക്കുന്ന എടുക്കുക, ഇങ്ങനെ ഇതെല്ലാം വൈശ്യരെല്ലാം ചെയ്യുന്നതാണ്. ഇത്തരം ചില ബ്രാഹ്മണർക്ക് വിഹിതമായ ജീവനോപാധിയും 4 വിധമാണ്. ബ്രാഹ്മണർക്കും ചില അവസരങ്ങളിൽ ഈ 4 ബ്രാഹ്മണ വിഹിതമായ ജീവിതോപായമാണ്. 4 കൃഷി, കച്ചവടം, അവ വേണമെങ്കിലും ബ്രാഹ്മണർക്കും ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും മാഹാത്മ്യം ഏതാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ താഴോട്ട് വരുന്നതനുസരിച്ചാണ്. കൃഷി ചെയ്യാൻ ബ്രാഹ്മണർക്ക് പറ്റും. കാരണം ബുദ്ധിയുള്ളവർ കൃഷിപ്പണിക്കൊന്നും പോയാൽ രാഷ്ട്രത്തിന് തന്നെ നഷ്ടമാണ്. ശാസ്ത്രജ്ഞന്മാരെല്ലാം ഗവേഷണത്തിലാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ വിരക്തി വന്നവർ, ഇതെല്ലാം കളഞ്ഞു പോകുന്നവർക്ക് കൃഷിയൊന്നും പറഞ്ഞിട്ടില്ല, കച്ചവടം പറഞ്ഞിട്ടില്ല, പിന്നെന്താണ്? സംഭാവനയാണ് പറഞ്ഞിരിക്കുന്നത്, കൈനീട്ടി വാങ്ങുക. വിരക്തി വന്ന് സന്യാസത്തിലൂടെ ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്നവർ, അത് ബ്രാഹ്മണരാണ്. അവർ സത്യാന്വേഷികളാണ്. ഇവരെല്ലാം അവര് ഭിക്ഷ ചോദിച്ചു വളർത്തണം. അല്ലെങ്കിൽ പറമ്പത്ത് വീട് കിടക്കുന്ന എല്ലാം പൊറുക്കിയെടുത്ത് കഴിക്കാം, അല്ലാതെ പാകം ചെയ്തൊന്നും കഴിച്ചുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കും ബ്രാഹ്മണർക്ക് ഇതെല്ലാം വിഹിതമാണ്. പക്ഷെ ഏറ്റവും താഴോട്ട് വരുന്നതോറും, അതായത് കൈനീട്ടി വാങ്ങുക, പറമ്പത്തെല്ലാം വീണ് കിടക്കുന്ന എടുക്കുക, ഇതെല്ലാമാണ് അവർക്ക് ഈ 4 തരത്തിൽ വേണമെങ്കിൽ ജീവിക്കാം. ഇനി 17, താഴ്ന്ന വർണ്ണത്തിലുള്ള മനുഷ്യർ ആപത്ത് കാലത്തല്ലാത്ത ഘട്ടത്തിൽ, പക്ഷെ ഇപ്പൊ ബുദ്ധിമാന്റെ വർക്ക് ഒരിക്കലും താഴെയുള്ളവർ, അല്ലെ ബ്രാഹ്മണന്റെ വർക്ക് താഴെയുള്ളവർ ഒരു കാലത്തും ആപത്ത് കാലത്തല്ലാത്തവര് ഘട്ടത്തിൽ സ്വീകരിച്ചുകൂടാ. ആപത്ത് വരുമ്പം പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും എല്ലാം ചിലപ്പം സാഹചര്യത്തിനനുസരിച്ച് ചെയ്യും. ആപത്ത് വരുമ്പോൾ ആപൽഘട്ടത്തിൽ ക്ഷത്രിയനെ ഒഴിച്ച്, അപ്പൊ ആപൽഘട്ടത്തിലും ക്ഷത്രിയന്റെ ആവശ്യമുണ്ട്. എന്തിന്? അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുക്കാൻ. ഒരാപത്ത് സംഭവിക്കുന്ന സമയത്തും ക്ഷത്രിയന് മറ്റുള്ള ജോലി എടുത്തുകൂടാ. കാരണം ക്ഷത്രിയനപ്പം നയിക്കേണ്ട ആവശ്യം എപ്പോഴും ഉണ്ട്. ആപൽഘട്ടമാണ്, അല്ലെങ്കിലും ക്ഷത്രിയന്റെ ആവശ്യം എപ്പോഴും ഉണ്ട്. അപ്പൊ ആപൽഘട്ടത്തില് ക്ഷത്രിയനൊഴിച്ച് മറ്റെല്ലാവർക്കും എല്ലാതരം വൃത്തികളും സ്വീകരിക്കാം. പക്ഷേ വേറൊന്നും കൂടി പറയുന്നുണ്ട്, സ്വപ്രവൃത്തിയാകരുത്. സ്വപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നീചന്മാരെ ആശ്രയിക്കുക. അപ്പോൾ ആർത്തി എന്ത് പണിയും ചെയ്യാം ആപൽഘട്ടത്തിൽ. പക്ഷെ നീചന്മാരെ മാത്രം ഒരിക്കലും എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. പിന്നെ എങ്ങനെയെല്ലാം ജീവിക്കാം 18 ഋതം, അമൃതം, മൃതം, പ്രമൃതം, ഇങ്ങനെ സത്യാകൃതൃതം, ഇങ്ങനെ ഈ തരത്തിലെല്ലാം വേണമെങ്കിൽ ജീവിക്കാം. അതേതെല്ലാണെന്ന് വെച്ചാൽ, 1 മറ്റുള്ളവരെ ആശ്രയിച്ച് യാചന കൂടാതെ കിട്ടുന്നത്. ചിലപ്പോൾ യാചിക്കാതെ തന്നെ ചിലവർ നമുക്ക് തരും. അപ്പം നമ്മളതെടുത്തിട്ട് ദാനമായിട്ട് തരും. ആ ദാനം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെയോ അതാണ് അമൃതം എന്ന് പറയുന്നത്. മൃതം എന്ന് പറയുന്നത് നിത്യയാചന, യാചനയിലൂടെയും നമുക്ക് ജീവിക്കാം. ആർക്ക്? ബ്രാഹ്മണർ. ബ്രഹ്മസാക്ഷാത്കാരം, സന്യാസത്തിലൂടെ
ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർക്ക് യാചനയാണ്. അതാത് കാലങ്ങളിൽ യാചിച്ചിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ പ്രമൃതം എന്ന് പറയുന്ന കൃഷിപ്പണി, സത്യാകൃതം എന്ന് പറയുന്നത് കച്ചവടം, ഇതിലൂടെയെല്ലാം മനുഷ്യന് ജീവിക്കാം. ഇങ്ങനെയാണ് 10 തരം കർമ്മങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ. 20 പറയുന്ന ബ്രാഹ്മണനും ക്ഷത്രിയനും എക്കാലത്തും നിന്ദിതമായ പ്രവൃത്തികളെ പ്രവർത്തിച്ചൂടെ. നിന്ന പ്രവൃത്തികൾ ഒരിക്കലും ബ്രാഹ്മണനും ക്ഷത്രിയനും രാജാവ് ഒരിക്കലും ചെയ്യരുത്. ശാസ്ത്രലോകത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്നവര് നിന്ദ്യ പ്രവൃത്തികൾ ചെയ്യരുത്. ബ്രാഹ്മണൻ സർവവേദങ്ങളുടെയും സ്വരൂപനാണ്. അപ്പം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് വേദം. അപ്പം ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണനാണ് എപ്പോഴും വേദങ്ങളുടെ എല്ലാ അർത്ഥങ്ങളും ശാസ്ത്രങ്ങളും ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ വിധിക്കപ്പെട്ടവൻ. നമുക്കറിയാം, ഇവിടെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്, ഇവിടെയാണുള്ളത്. പക്ഷേ വേദത്തിലുള്ള ഒരു ശാസ്ത്ര രഹസ്യങ്ങളും ഈ നിമിഷം വരെ ലോകത്തോട് വേദത്തിൽ നിന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതെല്ലാം ശാസ്ത്രജ്ഞന്മാർ സ്വയം, പുറത്തുള്ള ബ്രാഹ്മണർ സ്വയം ഗവേഷണത്തിലൂടെയും മറ്റും കണ്ടെത്തിയതാണ്. പക്ഷേ ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് ബ്രാഹ്മണർ. ക്ഷത്രിയരാകട്ടെ സർവ്വദേവന്മാരുടെ സ്വരൂപമാണ്. ദേവന്മാരാണ് നയിക്കുന്നത്, അതുകൊണ്ട് ദേവന്മാരുടെ സ്വരൂപമാണ് ക്ഷത്രിയ. 21 മനഃശാന്തി, ബാഹ്യേന്ദ്രിയ ജയം. ബ്രാഹ്മണരുടെ ലക്ഷണങ്ങളാണ് മനസ്സിന് ശാന്തത വേണം. അത് സന്യാസത്തിലേക്ക് പോകുന്നവരായാലും ശാസ്ത്ര ഗവേഷണത്തിലേക്ക് പോകുന്നവരായാലും മനഃശാന്തി വേണം. പുറത്തുള്ള ഇന്ദ്രിയങ്ങളെ, പുറത്ത് കണ്ടതും കേട്ടതിൻ്റെയും പിന്നാലെ പോകുന്ന തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ ജയിക്കണം. കണ്ടതിൻ്റെയും എല്ലാം നോക്കുന്നത് കേൾക്കുന്നതിൻ്റെ പിന്നാലെ ഒന്നും പായാൻ പാടില്ല. ഇവർ വ്രതാനുഷ്ഠാനം എപ്പോഴും ഒരു ചിട്ടയാതി ജീവിതം വേണം. സ്നാനാദിശുദ്ധി എപ്പോഴും ശുദ്ധമായിരിക്കണം. അറിവുണ്ടാകണം, ദീനാനുകമ്പ ഉണ്ടാകണം. ശാസ്ത്രലോകത്തിലേക്ക് അന്യരോട് ഒരു അനുകമ്പയുണ്ടാകണം. പിന്നെയോ വിഷ്ണുപാരായണം. വിഷ്ണുപാരായണം എന്ന് വെച്ചാൽ വേദങ്ങൾ പഠിക്കുക, ബ്രഹ്മത്തെപ്പറ്റി പഠിക്കുക, ഈ ഈശ്വരനെ പറ്റി മനസ്സിലാക്കുക. ക്ഷമ വേണം, നല്ല ശരിയായ സംഭാഷണമായിരിക്കണം എന്നിവ ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ്. ഇതെല്ലാം ബ്രാഹ്മണന്മാരുടെ ലക്ഷണം. എന്നാൽ ക്ഷത്രിയരുടെ എന്താണെന്ന് നമുക്കറിയാം. 22 പറയുന്ന യുദ്ധത്തിൽ താല്പര്യം, പ്രഭാവം ഉണ്ടാവുക, ധൈര്യം ഉണ്ടാവുക, പിന്നെ ദാനം. അവരുടെ കർമ്മം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്? രാഷ്ട്രത്തിന് വേണ്ടി. മനോവിജയം, മനസ്സിന് നല്ല നിയന്ത്രണം. മനസ്സിന് നിയന്ത്രണമുള്ളവർക്കേ യോദ്ധാവാകാൻ പറ്റുള്ളൂ. സഹനശക്തി, എന്ത് പ്രശ്നങ്ങളെയും സഹിക്കാനുള്ള കഴിവ്. ബ്രാഹ്മണ ഭക്തി, കാരണം രാജാവിന് എപ്പോഴും ബുദ്ധിയല്ല, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അവൻ്റെ ബുദ്ധിയല്ല വികസിച്ചിരിക്കുന്നത്, രാജ്യത്തെ നയിക്കാനുള്ള ശരീരശക്തിയാണ്, മനഃശക്തിയാണ്. പക്ഷെ ബുദ്ധി എന്നത് അവർക്ക് വേണ്ട അതാത് കാലങ്ങളിൽ ഉപദേശിക്കാൻ വേണ്ടി ബ്രാഹ്മണർ വേണം. അതുകൊണ്ടാണ് പണ്ട് കാലത്തിൽ രാജാവിന് ബ്രാഹ്മണരുണ്ട്, മന്ത്രിമാരായിട്ട്, ഉപദേശകരായിട്ട്. എന്നാൽ ഇക്കാലത്ത് ഭരണാധികാരിയായ ക്ഷത്രിയന് എന്തുണ്ട്? ഉപദേശിക്കാൻ മന്ത്രിസഭയുണ്ട്, നിയമസഭയെല്ലാം ഉണ്ട്. അവിടെയാണ് ചർച്ച ചെയ്ത്, എല്ലാവരും ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് നേതാവ് നടപ്പാക്കുന്നത്. പിന്നെ അനഗ്രബുദ്ധിയും പ്രജകളെ പരിപാലിക്കാനിലാണ് ക്ഷത്രിയൻ്റെ ധർമ്മം. ഇനി 23 ദേവന്മാരിലും ഗുരുക്കന്മാരിലും ശ്രീഹരിയിലും ഭക്തിയാണ് വൈശ്യൻ്റെ ലക്ഷണം. വൈശ്യന് എല്ലാം ശാസ്ത്രലോകം കണ്ടെത്തിയ കാര്യങ്ങൾ പഠിച്ചിട്ട് നടപ്പാക്കുകയാണ് വൈശ്യൻ്റെ ജോലി. അപ്പം വൈശ്യൻ എപ്പോഴും മുകളിൽ ബ്രാഹ്മണൻ, ബുദ്ധിയുള്ളവരെ ആശ്രയിച്ചിട്ട് തന്നെ വേണം വൈശ്യൻ. ഇപ്പോൾ ഒരു ഡോക്ടറായാലും ശാസ്ത്രലോകം കണ്ടെത്തുന്ന പുതിയ തത്വങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് വേണം പ്രയോഗത്തിൽ വരുത്താൻ. ഒരു എഞ്ചിനീയർ ആണെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ലോകത്തിൽ നടക്കുമ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തുമ്പോൾ
അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പോകണം. അപ്പം ബ്രാഹ്മണൻ്റെ ഗുരുജനങ്ങളുള്ള ഭക്തി, പിന്നെയോ ശ്രീഹരിയിലുള്ള ഭക്തി. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ശ്രീഹരിക്ക് വേണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി വർക്ക് ചെയ്യണം. ധർമ്മ, അർത്ഥ, കാമ എന്നീ പുരുഷാർത്ഥങ്ങൾ പോഷിപ്പിക്കണം. ധർമ്മപരമായ പ്രവൃത്തിയായിരിക്കും, നല്ല രാഷ്ട്രത്തിന് വേണ്ടിയുള്ള. ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സുന്ദരമായ ലോകമുണ്ടാക്കുന്ന കർമ്മത്തിൽ പങ്കെടുക്കാനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനായി കർമ്മം ചെയ്യുക ധർമ്മം. അതാണ് ധർമ്മം. അതിനനുസരിച്ച് അർത്ഥം കിട്ടും. ആ അർത്ഥം നമുക്ക് അനുഭവിക്കാം. കാമവും അതിനനുസരിച്ച് കാമവും ആകാം. ഇതെല്ലാം വേണം. ഇതൊന്നും ഉപേക്ഷിക്കാനല്ല വൈശ്യനോട് പറയുന്നത്. വൈശ്യർക്ക് ഈ ഭൗതിക ലോകത്തിൽ സുഖമായി കർമ്മം ചെയ്തിട്ട് ജീവിക്കുക. വേദ ഈശ്വര വിശ്വാസം. വേദങ്ങളിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പഠിച്ചേ പറ്റൂ. ഒരു ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും സയൻസ് പഠിച്ചേ പറ്റൂ. നിരന്തരമായ പ്രയത്നശീലം, എപ്പോഴും പ്രയത്നം കൊണ്ടിരിക്കണം. അവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ലോക പുരോഗതിക്കായിട്ട് എപ്പോഴും കർമ്മം ചെയ്യുക. അപ്പോഴും പ്രവർത്തനശീലം വേണം. വ്യാപാര വ്യവസായങ്ങളിൽ നൈപുണ്യം, അത്തരം വിഷയം അവർ ചെയ്യുന്ന ജോലികളിൽ അതിൽ നല്ല പ്രാവീണ്യം നേടിയവരായിരിക്കണം. ഇതാണ് വൈശ്യൻ്റെ ലക്ഷണം. 26. വിനയം, ശുചിത്വം, യജമാനിൽ നിഷ്കപടമായ സേവനം. വൈശ്യൻ്റെ ലക്ഷണങ്ങൾ, ശൂദ്രൻ്റെ ലക്ഷണങ്ങളാണ് അദ്ദേഹം ആരെയാണോ സേവിക്കുന്നത് അവർക്ക് പാര വെക്കാതെ നിഷ്കപടമായ സേവനം. അത് കിട്ടാൻ കുറച്ച് പാടാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ സേവനത്തിന് കിട്ടാൻ പാടാണ്. ഒരു മുഖ്യമന്ത്രി ആയാലും ഏത് ഉയർന്ന സ്ഥാനത്ത്, ശാസ്ത്രജ്ഞന്മാരുടെ സ്ഥാനത്ത് ഇരിക്കുന്നവർക്കും അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യാൻ, സേവനം ചെയ്യാൻ നല്ല കഴിവുള്ള വ്യക്തികളുണ്ട്. അവർ നിസ്വാർത്ഥ സേവനന്മാർ ചെയ്യും. അങ്ങനെയുള്ളവരെ കിട്ടാൻ വലിയ പാടാണ്. അതിയുള്ളത് പാരവെപ്പായിരിക്കും. പാരവെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും രഹസ്യങ്ങളെല്ലാം ചോർത്തി അവിടെ കൊടുക്കും. ഇതെല്ലായിരിക്കും ഇവന്മാരുടെ ജോലി. അങ്ങനത്തെ ആളല്ല സേവനത്തിന് വേണ്ടത്. അത് കിട്ടുക പ്രയാസമാണ്. അപൂർവം ജന്മങ്ങളെ അങ്ങനെ ഉള്ളൂ. അതായത് നാരദനെല്ലാം എന്താണ് സേവിക്കല്ലേ ചെയ്യുന്നത്? വിഷ്ണുവിനെ സേവിക്കലാണ് നാരദൻ്റെ ജോലി. എപ്പോഴും അതിനനുസരിച്ച് അവര് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാതെയാണ് പൂജ ചെയ്യേണ്ടത്. അവരുടെ കർമ്മങ്ങൾ പൂജ എന്ന് പറഞ്ഞാൽ എല്ലാം പൂജയാണ്, അർപ്പിക്കുകയാണ് ആ ശക്തിക്ക് വേണ്ടി. പക്ഷേ വേദമന്ത്രങ്ങൾ അവർ ഉച്ചരിക്കരുത്. കാരണം അവർ പഠിക്കാത്തവരാണ്, പഠിപ്പിൽ താല്പര്യമുള്ളവരാണ്. അങ്ങനെയുള്ളവർ ശാസ്ത്രം കയറി പ്രയോഗിച്ചുകൊണ്ടാണ്. അവർക്ക് കള്ളത്തരങ്ങൾ പാടില്ല. ബ്രാഹ്മണന്മാരെയെല്ലാം എന്ത് വേണം? ഗോക്കളെയും പശുക്കളെയെല്ലാം പരിപാലിക്കുന്നതെല്ലാം അവരാണ്. ഇനി 25 ഭർത്താവിനെ എങ്ങനെ പരിചരിക്കണം ഭാര്യ എന്ന നിലയിലാണ് പറയുന്നത്. ഭർത്താവിനെ ഈശ്വരനായി സങ്കല്പിച്ച സ്ത്രീ സങ്കല്പിക്കണം. അതാണ് സ്ത്രീയുടെ ധർമ്മവും ലക്ഷണവും. ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണണം. എന്തുകൊണ്ടാണ്? ഭാര്യയും ഭർത്താവും കൂടിയാലേ ഒന്നാവുകയുള്ളൂ. കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷനും പ്രകൃതിയും. പുരുഷനാണ് അവിടെ ഈശ്വര ഒരു അടുത്തതായിട്ട് ചിത്രീകരിക്കുന്നത്. മറ്റേത് അതിൽ നിന്നുണ്ട്, ആ പ്രേരക ശക്തിയാണ്, അതിൽ നിന്നുണ്ടാകുന്നതാണ് പ്രകൃതി. അപ്പം പുരുഷൻ ഭർത്താവും സ്ത്രീ പ്രകൃതിയുമാണ്. അത് രണ്ടും കൂടിയാലേ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഒന്നിച്ചു തന്നെ നിൽക്കണം. പുരുഷനോട് എന്ത് വേണം? ഈശ്വരനായി സങ്കല്പിക്കണം. നമ്മിലെ ഈശ്വരൻ, നമ്മിലെ ഉള്ളിലൊരു ഈശ്വരനുണ്ട്. അതുപോലെ പുരുഷൻ സ്ത്രീ എന്ന് വരുമ്പോൾ സ്ത്രീ പ്രകൃതിയും മറ്റേത് പുരുഷനുമാണ്. പുരുഷൻ ഭർത്താവ് പുരുഷനുമാണ്. അത് ഈശ്വരന് സമാനമായിട്ട് സങ്കല്പിക്കണം. എങ്കിലേ വേറെ ഈശ്വരൻ്റെ ഒന്നും ആവശ്യമില്ല. ഭർത്താവ് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരൻ. ഭർത്താവാണെങ്കിൽ അത് വേറെ കാര്യം. അതാണ് സ്ത്രീയുടെ ധർമ്മം, ലക്ഷണവും. അപ്പോൾ എന്ത് വേണം? എന്നും ശുശ്രൂഷിക്കുക,
അനുസരിക്കുക തന്നെ വേണം. അനുസരണം. കാരണം ഭർത്താവ് പറയുന്നതിന് മുൻഗണന കൊടുത്തെങ്കിൽ മാത്രമേ ആ ദാമ്പത്യം സുഖമായിട്ട് പോകും. വേദം പറയുന്നതാണ്. അല്ലാതെ ഭർത്താവിനെ ഭരിക്കുന്ന സ്ത്രീകളുടെ ഒരു കുടുംബവും ശാന്തിയിൽ പോകാൻ പോകുന്നില്ല. അവൾക്ക് തന്നെ ആ ഭർത്താവിനോട് പുച്ഛമായിരിക്കും ഉള്ളിൽ. ഭാര്യ ഭർത്താവിനെ ഭരിക്കുന്ന ആണെങ്കിൽ അവൾക്ക് അവനോട് പുച്ഛമായിരിക്കും ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുക. ശരി, ഇവനെന്തൊരു ചണ്ടിയാടാന്ന് വിചാരിക്കും. കാരണം പുരുഷനും സ്ത്രീ രണ്ടും രണ്ടാണ്. ഒന്ന് പുരുഷനും മറ്റേത് പ്രകൃതിയുമാണ്. അപ്പോൾ അതിനൊരു ചർച്ചയുണ്ട്. ഇപ്പം ന്യൂക്ലിയസും ഇലക്ട്രോണും, പ്രോട്ടോണും ഇലക്ട്രോണും, പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്. ഇലക്ട്രോണാണ് ന്യൂക്ലിയസിനെ ചുറ്റുന്നത്, പ്രോട്ടോണിന് ചുറ്റും. അല്ലാതെ ഇലക്ട്രോൺ നാളെ കയറിയിട്ട് ഞാൻ ചുറ്റിക്കോളാം, അല്ല നീ ഞാൻ നടുവിൽ നിൽക്കാം നീ ചുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പോൾ എല്ലാത്തിനും ഓരോ ധർമ്മമുണ്ട്. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത ധർമ്മമാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇത് തമ്മിലാണ് ആകർഷണം ഉണ്ടാകുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആകുമ്പോഴാണ് ആകർഷണം ഉണ്ടാകുന്നത്. ആ എൻറ്റയർലി ഡിഫറെൻ്റ് ആകുമ്പോഴാണ് പുരുഷനൊരു സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, മറ്റേത് ഒരു സ്വഭാവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അത്തരത്തിലേ ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സംഭവം ജീവിതം സുഖമായിട്ട് പോകാൻ പോകുന്നില്ല. പിന്നെയോ അവൻ്റെ ബന്ധുക്കളുടെ നേരെ അനുകൂല മനോഭാവം, അവൻ്റെ നിഷ്ഠയിൽ പങ്കെടുക്കലത്രേ. അതായത് ഭർത്താവിൻ്റെ നിഷ്ഠയിൽ പങ്കെടുക്കുന്നതാണ് ഭർത്താവിൻ്റെ ബന്ധുക്കളുമായിട്ട് നല്ല നിലയിൽ പോകുക. ഏത് കാലത്ത് പറയുന്നു? അന്നത്തെ കാലം പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടിക്ക് എത്രയോ ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ ഭാര്യക്ക് പുറത്തുള്ള എത്രയോ ആൾക്കാരുമായിട്ട് വളരെ നല്ല ബന്ധം, വേർപിടിയാതെ ബന്ധമുണ്ട്. അതിന് നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ സ്വന്തം വീട്ടിലെ ഭർത്താവിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ എന്താ ഈ തടസ്സം? എന്തിനാണ് അത്? ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ആ കുടുംബം നല്ല നിലയിൽ പോകും. അവർക്ക് ആ കഴിവില്ലാതെ കൊണ്ടല്ല. കാരണം ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിൻ്റെ അമ്മക്ക് അടുത്ത വീട്ടിൽ ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ കാണാതെ അവിടെ പോകും. എന്നിട്ട് ഇവരെ കുറ്റം പറയാൻ നോക്കും. അവർ ഭയങ്കര വേർപിരിയാതെ ബന്ധമായിരിക്കും. ഈ ബന്ധം ഇവിടെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ പോരെ. നടക്കാത്ത കാര്യമല്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നേരെ വിപരീതം. എന്നിട്ട് ആ കുടുംബത്തിന് സംഭവിക്കുന്ന എന്താണ്? അനുഭവത്തിൽ എന്താണുള്ളത്? അടിയും പിടിയും മനസമാധാനവും ഇല്ലാതെ അവസാന പെട്ടിയും കിടക്കിയെടുത്ത് നടക്കുന്ന പരിപാടിയെല്ലാം നടക്കുന്നത്. നേരെ മറിച്ച് നല്ലൊരു ബന്ധമാണെങ്കിലോ മനസമാധാനത്തോടെ കിടന്നുകൊണ്ടാണ്. ഇപ്പം വേദം പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അടിപിടി കൂടിയാണെങ്കിൽ അടിപിടി കൂടിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ജീവിതം തോലയും. അത്രയേ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പം നടക്കാത്ത കാര്യമൊന്നുമല്ല. ഇനി അതുണ്ടാകണമെന്ന് പറയുകയാണ്. അതുണ്ടായാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ രാത്രി ഉറക്കമില്ല, പെട്ടിയെടുത്ത് നടക്കാനേ നേരമുണ്ടാവും. ഇനി 26-27 പതിവായി അടിച്ചു തെളിച്ച് മെഴുകുക, ഗൃഹത്തെ ഭംഗിയായി വെക്കുക. എന്തിനാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരാൾ ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ അന്നേരം തന്നെ നമുക്കൊരു നല്ല മൂഡുണ്ടാവും. അല്ലാതെ കയറി ചെല്ലുമ്പം തന്നെ ഒരുമാതിരി ആണെങ്കിൽ അതോടെ പോയി. മനസ്സ് ഒരുമാതിരിയായിരിക്കും, വീട്ടിൽ വരാൻ തന്നെ തോന്നും. അപ്പം വീട് അലങ്കരിച്ച് വെക്കുക. ആർക്ക് വേണ്ടി? അവരവർക്ക് വേണ്ടി. പിന്നെന്താ പറയുന്നത്? കുറിക്കൂട്ടുകളാൽ, അതായത് ഇന്നത്തെ പൗഡറും ഇതും എല്ലായിട്ട് മുഖക്കണ്ണാടി നോക്കിക്കൊണ്ട് എപ്പോഴും സ്വന്തം ശരീരവും അലങ്കരിച്ച് വെക്കുക. അതായത് ഭർത്താവ് വരുമ്പോൾ നല്ല എല്ലാ ഡ്രസ്സെല്ലാം മേക്കപ്പെല്ലാം ചെയ്തിട്ട് ഭാര്യ നിൽക്കണം. ഇന്ന് സംഭവിക്കുന്ന എന്താണ്?
പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ മേക്കപ്പ് ഈ അന്യന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഒരുമാതിരി കരി പിടിച്ചു ഒരേമാതിരി നടക്കും. വീട്ടിൽ കയറുമ്പം തന്നെ ആ ഉള്ള രൂപം. നേരെ മറിച്ച് പുറത്ത് ആരെ കാണിക്കാനാണ് ഈ വേഷം കെട്ടി നടക്കുന്നത്? വീട്ടിലല്ലേ നടക്കേണ്ടത്? അവരവരുടെ ജീവിതം നന്നാണെങ്കിൽ വേഷം കെട്ടി നിൽക്കുക, അവരവർക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം വേദം പറയുന്നതാണ്. ഇത് മനഃശാസ്ത്രപരമായ വലിയൊരു തത്വമാണ്. പക്ഷെ ഇന്ന് ലോകത്തിൽ ആരും സ്വീകരിക്കാത്ത ഒരു തത്വമാണ്. ഇതിന് നേരെ ഘടക വിരുദ്ധമായിട്ടാണ് വേദം പറയുന്നതിന്. എന്നിട്ടോ കുടുംബജീവിതം മുഴുവൻ താറുമാറായി കിടക്കുകയാണ്. അല്ലാതെ അന്യന്മാരെ കാണൊക്കെ ഉടുത്തൊരുങ്ങി നടന്നിട്ട് എന്താ കാര്യം? എല്ലാം സ്വയം ചിന്തിച്ചാൽ മതി. വേദങ്ങൾ മനഃശാസ്ത്രപരമായ ഇതുണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം സുഖപ്രദമായിരിക്കും. എന്നിട്ട് കണ്ണാടിയിൽ ഇടക്ക് നോക്കി എല്ലാ വസ്ത്രഭൂഷണങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് ഗൃഹോപകരണങ്ങളെല്ലാം, വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം നല്ല ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വർഗമായി മാറും ആ കുടുംബം. എന്നിട്ടോ ഭർത്താവിൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹ പൂർത്തീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് താഴ്മയോടും ഒടുക്കത്തോടും, കുറച്ചൊക്കെ താഴ്മയും ഒടുക്കത്തോടും കൂടി തന്നെ നിൽക്കണം. അല്ലാതെ വന്ന് കയറുമ്പോൾ ഭദ്രകാളിനെ പോലെയാണ് നിൽക്കുക. കാരണം അന്യന്മാർ വരുമ്പോൾ ഭയങ്കര ചിരി തമാശയുള്ളവർ, ഭർത്താവ് വരുമ്പോൾ ഏകദേശം മുഖവും വീർപ്പിച്ചിട്ടാണ് നിൽക്കുക. പിറ്റേത്തെ മുഴുവൻ അവന് ചിലവർ മുഖം വീർപ്പിച്ച കാര്യമില്ല, ബാക്കി പലതുമെല്ലായിരിക്കും പറച്ചൽ. കേൾക്കുമ്പം തന്നെ ഒന്ന് ദാരിദ്ര്യം പറച്ചലായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം കൂടി ആകുമ്പോൾ പിറ്റേത്തെ ദിവസം എന്ത് ചെയ്യും? കുടിച്ചിട്ട് വരും, പിന്നെ ഒന്നും അറിയണ്ടല്ല. ഇതെല്ലാം സത്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും താഴ്മയോടും ഒടുക്കത്തോടും കൂടി നേരും ചൊവ്വുമുള്ള പ്രിയങ്കരമായ വചനങ്ങൾ ചൊല്ലണം. സന്തോഷം നൽപ്പിക്കുന്ന വചനങ്ങൾ ചൊല്ലണം. അല്ലാതെ വന്ന് കയറുമ്പോൾ ഇവിടെ പൈസയില്ല, മറ്റേതുമില്ല, അതുമില്ല, ആകെ ദരിദ്രം എല്ലാം പറഞ്ഞങ്ങ് ഇട്ടാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബം അതോടുകൂടി പിറ്റേത്തെ ദിവസം കണ്ടുപിടിച്ചിട്ടേ വരുള്ളൂ. കാരണം ഇത് കേൾക്കണ്ടാണ്. അങ്ങനെ പതിവ്രതയായവൾ പതിവ്രതയായിരിക്കണം. അല്ലാതെ പതിവ്രതയല്ലാത്ത സ്ത്രീകൾ വേഷവും കെട്ടി നിന്ന് കഴിഞ്ഞാൽ ശരി, വേഷം കെട്ടി നിൽക്കാം. അതാണ് ഇതിൻ്റെ അർത്ഥം. പതിവ്രതയായ സ്ത്രീകൾ സ്നേഹത്തോടെ ഭർത്താവിനെ സ്വീകരിക്കണം. എങ്കിൽ കുടുംബജീവിതം നന്നാൻ വേണ്ടിയിട്ട് പറഞ്ഞാലും വേണ്ടിയിട്ട് ചെയ്താണ്. എന്നിട്ട് കിട്ടിയതിൽ സംതൃപ്തി. എന്താണ് കിട്ടുന്നത്? കിട്ടാത്തതിൽ അതൃപ്തിയുമില്ല, ആശയുമില്ല. ഇത് വരുമ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം കിട്ടിയേ പറ്റൂ. ഇതെല്ലാം ഇവരെവിടെ നിന്ന് ഉണ്ടാക്കേണ്ടതെന്നൊന്നുമില്ല. പിന്നെ കൈക്കൂലി വാങ്ങുക, എന്തെല്ലാം ചെയ്യേണ്ടി വരും. ലോൺ എടുക്കുക, എന്തെല്ലാം ഇപ്പോഴത്തെ ഇൻസ്റ്റാൾമെന്റ് സ്കീമെല്ലാം, ഇതെല്ലാം ആയിട്ട് കൊണ്ട് കിട്ടിയതിൽ സംതൃപ്തി, കിട്ടാത്തതിൽ ആശയില്ലായ്മ, അലസത കൈവടിക. വരുമ്പം തന്നെ അലസഭാവത്തിലായിരിക്കും, അത് കൈവടിക. കർത്തവബോധത്തോടു കൂടിയുള്ളവൾ പ്രിയവും നുറുങ്ങുമായ നുറുങ്ങ സംഭാഷണത്തോടു കൂടി, അതായത് നല്ല സംഭാഷണത്തോടു കൂടി, പ്രിയപ്പെട്ട നല്ല സംഭാഷണങ്ങളെല്ലാം ആയിട്ട് ശുചിത്വമുള്ളവളായും സ്നേഹവതിയായും വർത്തിച്ചുകൊണ്ട്, സ്നേഹത്തോടു കൂടിയെല്ലാം വർത്തിക്കണം. അങ്ങനെ ഭർത്താവിനെ ശുശ്രൂഷിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് 29 പറയുന്നു, യാതൊരുവൾ ഭർത്താവിനെ ലക്ഷ്മി ദേവിയെപ്പോലെ ഭർത്തൃനിഷ്ഠയോടുകൂടി, അതായത് ലക്ഷ്മി ദേവി വിഷ്ണുവിനെ എങ്ങനെ എന്ന പോലെ നാരായണനെ ഭർത്താവായി കണ്ടുകൊണ്ട് എന്ന ബോധത്തോടു കൂടി
ശ്രീനാരായണനാണ് ഭർത്താവ് എന്ന ബോധത്തോടുകൂടി ശുശ്രൂഷകൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് വേണം? ഭർത്താവിനെ ലക്ഷ്മി ദേവിയെ പോലെ കണ്ട് ഭർത്താവിനെ നാരായണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അപ്പം ലക്ഷ്മിയും നാരായണനും അല്ലെങ്കിൽ വിഷ്ണു എന്നതുപോലെ ഭർത്താവിനെ നാരായണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, കാരണം പുരുഷനും പ്രകൃതി എന്ന സങ്കല്പത്തിൽ ശുശ്രൂഷിക്കുന്നുവോ, അങ്ങനെ ശുശ്രൂഷകൾ അർപ്പിക്കുന്നുവോ അവരെന്ത് പറ്റും? വിഷ്ണു സായുജ്യം പ്രാപിച്ച ഭർത്താവിനോട് ചേർന്ന് വിഷ്ണുവിൻ്റെ സായുജ്യം പൂരവും, അതായത് ഭർത്താവ് വിഷ്ണു തന്നെ ആയിട്ട് മാറും. ലക്ഷ്മി വിഷ്ണുവായിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഭർത്താവിനെ ഈശ്വരനായി സങ്കല്പിച്ച, നാരായണനായി സങ്കല്പിച്ചാൽ വിഷ്ണുവിൻ്റെ സായുജ്യം പ്രാപിച്ച ഭർത്താവിനോട് ചേർന്നിട്ട് വിഷ്ണുവിൻ്റെ ലോകത്ത് ലക്ഷ്മി എന്ന പോലെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഭർത്താവ് വിഷ്ണുവായി മാറും, അവൾ ലക്ഷ്മിക്ക് സമാനവും. അങ്ങനെ വിഷ്ണു ലോകത്തിൽ ലക്ഷ്മിയും ഭർത്താവും എങ്ങനെ ആനന്ദത്തോടെ ജീവിക്കുന്നുവോ അതുപോലെ ഇവർക്കും ആനന്ദത്തോടുകൂടി ജീവിക്കാൻ പറ്റുമെന്ന് ഉദാഹരണ സഹിതം പറഞ്ഞു തരികയാണ്. ഇനി വേറെ ചില കാര്യങ്ങൾ 30 പറയണം. തസ്കര വൃത്തിയിൽ ഏർപ്പെടാത്ത, ഹിംസയൊന്നും ചെയ്യാത്ത മറ്റുള്ള അന്ത്യജന്മാരും അന്തേവാസികളും മറ്റുള്ള ശങ്കരവർഗത്തിലുള്ള ജനങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ 4 ബ്രാഹ്മണരല്ല, വേറെ വല്ല വർഗത്തിലല്ല ഉള്ളവര്, അവരെന്തിനുണ്ട്? അവരുടേതായ ഉപജീവന മാർഗം ഏതാണോ അത് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഏത് പ്രവൃത്തിയിലാണോ അവർ മുഴുകിയിരിക്കുന്ന ആ പ്രവൃത്തിയോടുകൂടി അവർ ജീവിച്ചുകൊണ്ട് പോവുക. ഏത് തരത്തിലാണോ അവർ ജീവിക്കുന്നത് പോലെ. ഇനി 31 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വേദവാക്യങ്ങളിൽ സ്നാനദൃഷ്ടികളായ മുനിമാര്, ഈ വേദങ്ങളിൽ എഴുതിയിരിക്കുന്ന മുനിമാര് പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ വിഷ്ണു ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഇവർ കൊടുത്ത പേരുകളാണ്. ആ ശക്തിവിശേഷത്തെ നാരായണൻ, ഹരിശ്രീ എന്നെല്ലാം പേരിൽ പറഞ്ഞതാണ്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ആരാണ്? ജ്ഞാനദൃഷ്ടിയോടുകൂടിയ മുനിമാരെ വേദവാക്യങ്ങളിൽ ഓരോ യുഗത്തിലും മിക്കവാറും മനുഷ്യരുടെ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിലും ഇനിയുള്ള ലോകത്തിലും, മരിച്ചാൽ അവിടെയുള്ള ലോകത്തിലും സുഖം നൽകുന്നവയാണെന്ന് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവര് നിർദ്ദേശിച്ച ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് സുഖം ലഭിക്കുമെന്ന് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്ത് സ്വീകരിച്ചു പോയിക്കോളൂ, അത്ര നിർബന്ധമുള്ളൂ. അല്ലാതെ അവര് ഋഷികളോ അത്രയും ചിന്തിച്ച് എല്ലാ കാലഘട്ടത്തിനും യോജിച്ച തരത്തിലുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ വഴി, ഈ പറഞ്ഞ വഴികൾ, അതിലൂടെ നിങ്ങൾ പോയാൽ സുഖം കിട്ടുന്നതാണ് എന്തുണ്ടത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി 32 പറയാണ്, ഇങ്ങനെ നിങ്ങൾ ജീവിതം നയിക്കുകയാണെങ്കിൽ, അതായത് പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് വ്യവസ്ഥിതമായ ജീവിത വൃത്തിയോടെ തനിക്ക് വിഹിതമായ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, ഇപ്പം പ്രകൃതി ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കർമ്മങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് വ്യവസ്ഥിതമായ ജീവിത വൃത്തിയോടെ, അപ്പം നമ്മൾ ജീവിക്കുന്നത് പ്രകൃതിയിലുള്ള ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിനനുസരിച്ച നമുക്ക് യോജിച്ച കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, നമ്മൾ ജനിച്ചതിന് ഓരോ കർമ്മമുണ്ട്, നമ്മളെ ജനിപ്പിച്ചതിന് ഓരോ കർമ്മമുണ്ട്. ആ കർമ്മം നമ്മൾ ചെയ്യുക, അല്ലാതെ വേണ്ടാത്ത കർമ്മത്തിൻ്റെ പിന്നാലെ ഒന്നും ഓടി നടക്കണ്ട. തനിക്ക് വിഹിതമായ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർ
അങ്ങനെ വേണം നമ്മൾ ജീവിതം നയിക്കാൻ. നമുക്ക് വിധിച്ച കർമ്മങ്ങൾ എന്താണോ അത് ചെയ്യുക, അല്ലാതെ വേണ്ടാതെ എൻ്റെ പിന്നിലൊന്നും ഓടി നടക്കാതെ. നമുക്ക് വിധിച്ച കർമ്മങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്, അതിൻ്റെ പിന്നാലെ പോകുക. നമ്മളിപ്പോൾ അതല്ല സാധാരണ ചെയ്യുന്നത്. നമുക്ക് നമ്മളെ ചെയ്യാതെ മറ്റുള്ള വല്ല കർമ്മമുണ്ട്, വല്ലവൻ്റെയും കർമ്മമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടി നടക്കുക. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവനവനോ വിധിച്ച ഓരോ കർമ്മമുണ്ട്, അത് മാത്രം ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ജീവിതം നയിക്കുന്നവര് അവർക്കെന്ത് പറ്റും? പ്രകൃതി സിദ്ധമായ കർമ്മങ്ങൾ, അതായത് നമുക്ക് അനുവദിച്ച കർമ്മങ്ങൾ നമ്മൾ ശാന്തമായിട്ട് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നമ്മളെ കർമ്മങ്ങൾ ക്രമേണ ഉപേക്ഷിച്ചിട്ട് വെടിഞ്ഞിട്ട്, അതായത് നമ്മളെ കർമ്മങ്ങൾ തീരുമ്പോൾ, നമുക്ക് വിധിച്ച കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് തീരും. ഈ എപ്പോഴും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജോലി അവിടെ വെക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ ജോലി നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ പോകും, അതിന് കയറി തലയിട്ട്, എന്നിട്ട് നമ്മളെ ജോലിയോട്ട് തീരുമില്ല, മറ്റവൻ്റെ ജോലിൻ്റെ പിന്നാലെ പോകും. അതൊന്നും ചെയ്യാതെ നമ്മൾ ജനിപ്പിച്ചതിന് ഒരു കർമ്മമുണ്ട്, അതങ്ങ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് തീരും. അങ്ങനെ സാവധാനം എന്ത് പറ്റും? നമ്മളെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാം. നമ്മളെ ജോലി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ പാട്ടിന് പോകാം. അങ്ങനെ സാവധാനം ഇതെല്ലാം കൈവെടിഞ്ഞിട്ട് ഗുണാതീതമായ ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഗുണാതീതമായ ഭാവത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ മോക്ഷത്തിലേക്ക്. ഈ തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മോക്ഷം പ്രാപിക്കുക. ആ മോക്ഷവശയിലേക്ക് തന്നെയാണ് എത്തിച്ചേരാൻ പോകുന്നത്. ഇനി 33-34 ഒരു ഉദാഹരണ സഹിതം 33-34 ഒരു ഉദാഹരണ സഹിതം പറയുകയാണ്. തുടരെ വിത്തിറക്കപ്പെട്ട വയൽ. ഒരു വയലിൽ നമ്മൾ എപ്പോഴും ഒരേ വിത്ത് തന്നെ ഇറക്കിക്കൊണ്ടിരുന്നാൽ വീര്യം കെട്ടിയ നിലയിലേക്ക് എത്തിച്ചേരും. ആ വയൽ പിന്നെ വിത്തിട്ട് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും കിട്ടില്ല. നമ്മളെപ്പോഴും അതുകൊണ്ടാണ് ഒരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ല ചെടികളും നടും. വെള്ളരിക്കയോ വെണ്ടയ്ക്കയോ അല്ല. ഒരു കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചെടി നടാനുള്ള ചില സ്ഥലത്ത് കൊടുക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ വെണ്ടയ്ക്കയും വെള്ളരിയെല്ലാം നടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു മണ്ണിന് വ്യത്യാസം വരണം. അല്ലാതെ ഒന്ന് തന്നെ എപ്പോഴും വിതച്ച് വിത്ത് തന്നെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ വീര്യം കെട്ടുപോകും എന്നാണ് പറയുന്നത്. എത്തിച്ചേരും, വീണ്ടും വിളവെടുക്കാൻ പറ്റുകയില്ല. വിത്ത് ചിലപ്പം കൂടി നശിച്ചു പോകുമെന്ന് പറയുകയാണ്. എപ്പോഴും ഒരേ വിത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? അവിടെ വിളവെടുക്കാൻ വലിയ വിളവൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരേ സ്ഥലത്ത് എപ്പോഴും ഒരേ വിത്ത് നട്ടുകൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ ആ വിട്ട വിത്ത് പോലും എന്തായിപ്പോവും? നശിച്ചു പോകും. ഇതേപോലെ നമ്മുടെ കാര്യം പറയുകയാണ്. ഇതേപോലെ ആശകൾ വെച്ച് നടക്കുന്ന മനസ്സ് എപ്രകാരം കാമഭോഗങ്ങളുടെ പിന്നാലെ എപ്പോഴും പോയി നടന്നു കഴിഞ്ഞാൽ, കാമഭോഗങ്ങളുടെ പിന്നാലെ എപ്പോഴും സ്ഥിരമായിട്ട് കാമഭോഗങ്ങളുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അമൃതമായ ഉപയോഗത്താൽ വിരക്തനായിത്തീരും. അപ്പോൾ ഒരേ കാമത്തിൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നവന് അവസാനം എന്തായി മാറും? അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവനിൽ വിരക്തി ഉണ്ടാകും. ആ വിത്ത് കടന്ന മാതിരിയുള്ള ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. എപ്പോഴും ഈ കാമവികാരത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വിരക്തനായി തീരും എന്നാണ് പറയുന്നത്. ഏതുപോലെ എന്നാൽ, പക്ഷേ സ്വൽപാൽപമാകണമെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഏതുപോലെ എന്നാൽ എണ്ണയോ നെയ്യ് ഒഴിക്കുന്നത് പോലെ. വിളക്ക് കത്താൻ നെയ്യ് ഒഴിക്കുമല്ലോ. അപ്പം തീ വെച്ചിട്ട് സ്വല്പം മുറ്റിച്ചുറ്റിച്ച് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ആ തിരി അങ്ങനെ കത്തിപ്പോവും. കത്തുന്ന തിരിയിൽ നെയ്യ് ഓരോ തുള്ളിയായിട്ട് ഒറ്റിച്ചു കൊടുക്കുക. അല്ലാതെ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീ പെട്ടെന്നങ്ങ് കെട്ടുപോകും. അതുകൊണ്ട് അമിതമായ കാമം ശരിയല്ല. സ്വല്പമായിട്ടുള്ളത് ശാശ്വതമായിട്ട് നിലനിൽക്കും
എൻ്റെ 35 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, യാതൊരു മനുഷ്യൻ്റെ വർണ്ണത്തെ അഭിവന്യിപ്പിക്കുവാനുള്ള ഉതകുന്ന ലക്ഷണങ്ങൾ നിർവചിക്കപ്പെട്ടുവോ, അതായത് ഏതൊരാളുടെ വർണ്ണത്തെ തിരിച്ചറിയുവാനുള്ള ലക്ഷണങ്ങൾ, അതായത് ബ്രാഹ്മണന് ഇന്ന ലക്ഷണം, വൈശ്യന് ഇന്ന ലക്ഷണം, ശൂദ്രന് ഇത്ര ലക്ഷണം, ക്ഷത്രിയന് ഇന്ന ലക്ഷണം എന്നെല്ലാം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ വർഗത്തിനും പറഞ്ഞ തിരിച്ചറിയാനുള്ള ആ ലക്ഷണം അത് മറ്റൊരു വർണ്ണത്തിൽ കുടികൊള്ളുന്നതായിട്ട് കാണുന്നുവെങ്കിൽ, വേറൊരു വർണ്ണത്തിൽ കുടികൊള്ളുന്നതായിട്ട് കാണുന്നുവെങ്കിൽ, അപ്പം വേറൊരു വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്ന ലക്ഷണം ഒരു ശൂദ്രനിൽ കാണപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനിൽ കാണുന്ന ഒരു ലക്ഷണം ഒരു മുസ്ലിമിൽ കാണപ്പെടുന്നുവെങ്കിൽ, ഒരു ബ്രാഹ്മണന്റെ പറഞ്ഞിരിക്കുന്ന ലക്ഷണം ഏതെങ്കിലും ഒരു അന്യവർണ്ണത്തിൽ, അന്യവർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ വർണ്ണത്തിന് അന്യവർണ്ണമാണെങ്കിൽ ശൂദ്രനിൽ കാണാം, വൈശ്യനിൽ കാണാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിൽ കാണാം, മുസ്ലിമിൽ കാണാം, അല്ലെങ്കിൽ ചൈനക്കാരിൽ കാണാം, അല്ലെങ്കിൽ യുക്തിവാദിയിൽ കാണാം. ബ്രാഹ്മണന്റെ ലക്ഷണം അന്യവർണ്ണത്തിൽ ആർക്കെങ്കിലും കാണുന്നുവെങ്കിൽ ആ വർണ്ണം കൊണ്ട് തന്നെ അവനെ നിർണയിച്ചു കൊള്ളണം. അപ്പോൾ ഒരു ബ്രാഹ്മണന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി, ചിന്തിക്കാനുള്ള കഴിവ്, ശാസ്ത്രജ്ഞാനം, ബോധം, ഇതെല്ലാം ഒരു മുസ്ലിമിൽ കാണുകയാണെങ്കിൽ അവനെ ബ്രാഹ്മണനായിട്ട് കണ്ടോളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ബ്രാഹ്മണനാണ്. ഇല്ലേ ഒരു ശൂദ്രനിൽ കാണുകയാണെങ്കിൽ അവനും ബ്രാഹ്മണനാണ്. ഒരു യുക്തിവാദിയില് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റില് ഈ ബുദ്ധിശക്തിയും ജ്ഞാനവും എല്ലാം കാണുകയാണെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. അങ്ങനെ കണ്ടോളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജനനം കൊണ്ടൊന്നും കിട്ടുന്ന ഒരു പരിപാടിയല്ല ഇത്. ഈ പറയുന്ന ലക്ഷണം എവിടെ കണ്ടാലും അവർ ബ്രാഹ്മണനാണ്. അതാണ് വേദം പറയുന്ന ഈ വർണ്ണം. നമ്മൾ പലവരും വേദത്തെ ഭാഗവതത്തെ നിഷേധിച്ച് ഒരുമാതിരി ആക്കിക്കൊണ്ട് പറയുന്ന കേട്ടോ, അതിൽ ജാതി വ്യവസ്ഥയുണ്ട്. ഇവിടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതാണ്, ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്ന വർണ്ണലക്ഷണം ഏതൊരു വർണ്ണത്തിലുള്ള ആരിലും കണ്ടാൽ അവൻ്റെ ആ വർണ്ണം കൊണ്ട് തീരുമാനിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുട്ടിൻ ക്ഷത്രിയനാണ്, ന്യൂട്ടൻ ബ്രാഹ്മണനാണ്. നമ്മളെ ശാസ്ത്രജ്ഞനുണ്ടല്ലോ, ഒരു മുസ്ലിം ശാസ്ത്രജ്ഞൻ, ആരാണ്? ISROന്റെ എല്ലാം ഉണ്ടായിരുന്നുവല്ലോ, അബ്ദുൽ കലാം. അബ്ദുൽ കലാം ആരാണ്? അപ്പൊ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ഇതെല്ലാം ഭാഗവതം പറയുന്നതാണ്, അല്ലാതെ ഞാൻ എൻ്റെ കൈവന്ന് പറയുന്നതല്ല. അപ്പൊ ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ ബ്രാഹ്മണരാണ്. ക്ഷത്രിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള എല്ലാവരും തന്നെ ക്ഷത്രിയരാണ്. അതാണ് അതിനുള്ള മാനദണ്ഡം. അല്ലാതെ ഒരാൾ ജനിക്കുന്നതിന് നോക്കിയിട്ട് ഇന്ന രാജ്യത്ത് ജനിച്ചിട്ട്, അല്ലെ ഇന്ന കുലത്തിൽ ജനിച്ചിട്ട്, അല്ലെ ഇന്ന രക്തമാണ് എന്നൊന്നും തീരുമാനിച്ചിട്ട് ജാതി തീരുമാനിക്കാൻ പറ്റില്ല. ഈ സനാതനധർമ്മം അവസാനിപ്പിക്കുന്ന അധ്യായത്തിലാണ് അത് പറയുന്നത്. ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്ക് എന്ത് വർണ്ണം പറഞ്ഞുവോ, ഏതെങ്കിലും ഒരു വർണ്ണത്തിലുള്ള ആളിന് ഈ ലക്ഷണം കാണുകയാണ്, ഇപ്പം ബ്രാഹ്മണന്റെ ലക്ഷണം കാണുകയാണെങ്കിൽ അവൻ ആ വർണ്ണം കൊണ്ട് തന്നെ തീരുമാനിച്ചോളണം അവൻ അതാണ്. അപ്പൊ ഇത്രയും വ്യക്തമായിട്ട്, അപ്പൊ എന്താണ് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര
ഓരോ മനുഷ്യനും ഓരോ 4 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ റാങ്കുകാരൻ, ഇവൻ ഫസ്റ്റ് ക്ലാസ്, ഇവൻ സെക്കൻഡ് ക്ലാസ്സുകാരൻ എന്ന് തിരിച്ച അതേ തിരിവ് തന്നെയാണ് ഇവിടെ മനുഷ്യൻ്റെ ബുദ്ധിശക്തി, ശരീരശക്തി, സ്വഭാവങ്ങൾ വെച്ചിട്ട് മനുഷ്യൻ്റെ ഗുണഗണങ്ങളെ വെച്ചിട്ട് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഇപ്പം ചൈനയിലെ പ്രസിഡന്റ് എന്താണ്? ഷീപ്പിംഗ് ആണ്. അങ്ങനെ ആരാണ്? ക്ഷത്രിയനാണ്. അവിടെ ശാസ്ത്രങ്ങൾ കണ്ടെത്തുന്നവന് ബ്രാഹ്മണനാണ്. ഇതിലെല്ലാം ഇത്രയും കടന്നു ചിന്തിക്കാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരെല്ലാം വ്യത്യാസമുണ്ട്. പുട്ടിനാകാൻ വേറെ ആ നാട്ടിലുള്ള അത്രയും പുട്ടിനാണ്ടിക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടാകാനേ പറ്റൂ. അത് പുട്ടിൻ്റെ മോനാകാൻ പറ്റണമെന്നൊന്നും ഇല്ല. അത് ഒരു കർഷകന് ചിലപ്പോൾ നാളെ അതേ ആ സ്ഥാനത്ത് നാളെ വരാൻ പോകുന്ന വേറൊരു കർഷകനായിരിക്കാം. പുട്ടിൻ്റെ മാറിയാൽ വേറെ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ അത് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് എവിടെയാണ് ഉള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ജന്മനാ ഉള്ളൊരു ക്വാളിറ്റിയാണ്. അതാണ്. അങ്ങനെ 4 തരം വർണ്ണങ്ങളുണ്ട്. ബുദ്ധിയിൽ അപാരമായ കഴിവുള്ളവര്, അവര് ബ്രാഹ്മണര്, രാജ്യത്തെ നയിക്കുന്നവര് ക്ഷത്രിയൻ, നയിക്കാൻ കഴിവുള്ളവര് അവരാണ് ക്ഷത്രിയന്. പിന്നെ ബാക്കി ജോലി ചെയ്യുന്നതെല്ലാം വൈശ്യരാണ്. അവിടെ റഷ്യയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എല്ലാം വൈശ്യരാണ്. പിന്നെ സേവനം ചെയ്യുന്നവരും അവിടെ ഉണ്ട്. ആ തരത്തിലാണ് അതിനെ കാണേണ്ടത്. കാരണം അപ്പം സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യരുടെ ഒരു പൊതുവായ ഒരു മാർഗനിർദ്ദേശം ഋഷികൾ ഉണ്ടാക്കിയതാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ദീർഘവീക്ഷണത്തിലൂടെ ഉണ്ടാക്കി വെച്ചതാണ്.